സകല അനുഗ്രഹത്തിനും അധിപതിയായ കർത്താവ് ഇന്ന് രാത്രികാലം എഴുന്നള്ളി വന്നിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിമാരുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എന്തെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുടുംബ സമയം എങ്ങനെയാണെന്നോ നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്നോ എനിക്കറിയത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനെ നന്നായി അറിയാം. ഹല്ലേലൂയ. രക്തസ്രാവമുള്ള സ്ത്രീ അവൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവളെ കണ്ടൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കൂടി നിന്ന പുരുഷാരത്തിന് അറിയത്തില്ല ഇങ്ങനെ ഒരുവൾ അവരുടെ നടുവിലുണ്ടെന്ന്. ഹല്ലേലൂയ. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സൂമിലായിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ അറിയത്തില്ല. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവർ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ അറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ അറിയാം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നെടുവീർപ്പിടുന്ന നമ്മുടെ നെടുവീർപ്പിന്റെ അല്ലെങ്കിൽ ആ അവസ്ഥ പോലും കർത്താവിനറിയാം. നമ്മൾ എപ്പോഴാണ് നെടുവീർപ്പിടുന്നത്? നമ്മൾക്കൊരു വേദന വരുമ്പോൾ, നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ അറിയാതെ നമ്മൾ നെടുവീർപ്പിട്ടു പോകും. എന്നാൽ ആ നെടുവീർപ്പിന്റെ അതിന്റെ അവസ്ഥ പോലും, അതെന്തിനു വേണ്ടി നീ നെടുവീർപ്പിട്ടെന്ന് പോലും അറിയുന്ന ഒരു കർത്താവ. ഇത്ര നല്ല ദൈവത്തെ രുചിച്ചറിയുവാൻ കഴിഞ്ഞത് എത്ര ഭാഗ്യമാണ് ദൈവമക്കളെ. ഈ ഭാഗ്യം മറ്റാർക്കും ദൈവം തന്നില്ല, നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട്. ഹല്ലേലൂയ. അതിനെ ഓർത്ത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന ദൂത് ഞാൻ ആദ്യമായി നിങ്ങളോട് കൈമാറട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 91 അധ്യായം അതിന്റെ 15 വാക്യം, 91 സങ്കീർത്തനം 15 വാക്യം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സങ്കീർത്തന കാണാപ്പാടമാണ്, എന്നാൽ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നോട് ഇടപെട്ട വചനമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് എല്ലാം സുപരിചിതമായ വചനമാണ്, എന്നാൽ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുവാൻ ആഗ്രഹിച്ച ദൂത് ഞാൻ നിങ്ങളോട് ആദ്യമായി കൈമാറുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ നമുക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അത് മാത്രമല്ല, കഷ്ടകാലത്ത് നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മളെ വിടിവിച്ച് നമ്മളെ മഹത്വപ്പെടുത്തുന്ന ദൈവം. അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായി പറയുവാനുള്ളത്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്, കഷ്ടകാലത്ത് നമ്മളോട് കൂടി ഇരിക്കുന്ന ദൈവമാണ്. എന്നാൽ പ്രധാനമായി എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൂത്, ഇന്ന് നിങ്ങളോട് പറയുവാൻ കർത്താവിനോട് പറഞ്ഞത്, നിങ്ങളെ വിടിവിച്ച് നിങ്ങളുടെ നാമത്തെ അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന കഷ്ടതകൾക്ക് പിൻപില്, രോഗത്തിന്റെ പിൻപില്, നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷൻസിന്റെ എല്ലാം പിൻപിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണും ദൈവസന്നിധിയിൽ. ഇന്നിപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചില ചോദ്യങ്ങളുമായിട്ടായിരിക്കും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്തിനാണ് ഈ കഷ്ടത? ഹല്ലേലൂയ. ഒന്ന് മാറുമ്പോൾ മറ്റൊന്നായിട്ട് കഷ്ടത മാത്രമാണല്ലോ എന്റെ ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ മാത്രമാണല്ലോ എന്റെ ജീവിതത്തിലുള്ളത്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്ക്, ഹല്ലേലൂയ, അല്ലെങ്കിൽ എനിക്ക്, എന്റെ കുടുംബത്തിന്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട എന്റെ കുടുംബത്തിനും കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടത? എന്തുകൊണ്ട് ഈ പ്രയാസം? എന്തുകൊണ്ട് ഈ വേദന? ഹല്ലേലൂയ. എനിക്ക് നോക്കുമ്പോൾ സമാധാനിക്കുവാൻ ഒന്നുമില്ല എന്റെ മുമ്പിൽ, സന്തോഷിക്കുവാൻ ഒന്നുമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ചില അവസ്ഥകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, മാതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലപ്പോൾ തലമുറയെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ളത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ശരീരത്തിന്റെ അവസ്ഥകൾ കാണുമ്പോൾ, എന്തിനാ കർത്താവേ ഒന്ന് മാറുമ്പോൾ മറ്റൊരു രീതിയിൽ, എന്നെ ഒരു രോഗിയായാണല്ലോ മറ്റുള്ളവർ എപ്പോഴും കാണുന്നത്. സാക്ഷ്യം പറയുവാൻ പോലും എനിക്ക് മടിയാണ്. കാരണം എപ്പോഴും പറയാനുള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാതെ ഒരു പ്രൈസ് റിപ്പോർട്ട് പറയുവാൻ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ. തലമുറകളാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കന്മാർ, യുവതികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കാനുണ്ടോ, എനിക്ക് മാത്രം എന്താ ഒരു ഉയർച്ചയില്ലാത്തത്? എന്റെ പഠനത്തിൽ എനിക്ക് മാത്രം എന്താ ഒരു നന്മ കാണുവാൻ കഴിയാത്തത്? മറ്റുള്ളവരൊക്കെയും എന്നേക്കാൾ ഹല്ലേലൂയ ഓടി അവർ അച്ചീവ് ചെയ്യേണ്ടതൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ അവരോടൊപ്പം ആയി തീരുവാൻ കഴിയുന്നില്ല? ഇതിനുള്ള ഉത്തരം ഇന്ന് പരിശുദ്ധാത്മാവ് എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവമക്കളെ. അതെന്തുവാന്ന് ഞാൻ പറയും, എന്റെ സാക്ഷ്യത്തോട് അനുബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരുടെയും വിളിയല്ല നിന്റെ മേലുള്ള വിളി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിയുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതയുണ്ട്. നമ്മുടെ ബൈബിളിന്റെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിളിയുള്ളവർ കടന്നുപോയ വേദനകളും പ്രയാസങ്ങളും അതികഠിനമാണ്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, എന്നോട് പരിശുദ്ധാത്മ ഇടപെടുന്ന ഒരു വചനം കൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, അതിന്റെ 28 അധ്യായം അതിന്റെ 23 തൊട്ടുള്ള വചനങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 28 അതിന്റെ 23 തൊട്ടുള്ള വാക്യങ്ങൾ. ചെവി തന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ,
ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾക്കുവിൻ. വിതയ്ക്കുവാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും ഗോതമ്പ് ഉഴവ് പൊള്ളിയിലും അതിനുള്ള സ്ഥലത്തും ചെറുഗോതമ്പും അതിന്റെ അറ്റത്ത് ഇടുകയും ചെയ്യുന്നില്ലയോ? അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ടും മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയെ അത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിയിക്കുകയും ചെയ്യുന്നില്ലയോ? ഈ വചനത്തിൽ നിന്ന് എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, അതിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ആലോചനയിൽ അതിശയും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. ഹല്ലേലൂയ. ഇത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന ഒരു കാര്യം, വിതയ്ക്കുവാൻ പോകുന്നവൻ അവൻ എങ്ങനെയാണ് നിലം ഒരുക്കുന്നത്? അതിനെ കട്ടകൾ ഉടയ്ക്കും, അതിനെ കീറും. ഹല്ലേലൂയ. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ വിതയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഥകളി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ TV-യിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ആൾക്കാർ ഇത് വിതയ്ക്കുവാൻ പോകുന്നവർ വിതയ്ക്കുന്നതെന്ന്. ആദ്യം അവർ നിലം ഒന്ന് അല്ലെങ്കിൽ ഒരുക്കിയെടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഗോതമ്പ് വിതയ്ക്കും, യവം വിതയ്ക്കും, ഹല്ലേലൂയ, കരിജീരകവും ജീരകവും ഒക്കെ വിതയ്ക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പല രീതിയിലാണ് അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. യവവും ഗോതമ്പും വിതയ്ക്കുന്നത് പോലെയും ചെയ്യുന്നത് പോലെയും അല്ല ജീരകവും കരിഞ്ജീരകവും ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിന് വ്യത്യാസമുണ്ട്. എന്നാൽ ഈ കഷ്ടതയുടെ നടുവിൽ നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകളെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ആലോചന ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യവവും ഗോതമ്പും കർഷകൻ വിതയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ അതിന്റെ സമയവും സാഹചര്യങ്ങളും എല്ലാം അനുസരിച്ച് അതിനെ വിതയ്ക്കും. അല്ലെങ്കിൽ കട്ടകളൊക്കെ ഉടച്ചതിനെ വിതച്ചു. ഈ വിതയ്ക്കുന്ന സമയത്ത് ഗോതമ്പും യവവും ഇങ്ങനെ മുളച്ചു വന്ന് അതിന്റെ ധാന്യമൊക്കെയും പുറപ്പെടുവിച്ച് അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് വിചാരിക്കുന്നത് എന്തുവാണ്? ഹല്ലേലൂയ, എന്റെ കർഷകൻ കടന്നു വന്ന് എന്നെ തന്റെ കരങ്ങളിൽ എടുക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരു മെതിവണ്ടിയാണ് അതിന്റെ പുറത്തേക്ക് അയക്കുന്നത്. എന്തിനാണ് മെതിവണ്ടി അയക്കുന്നത്? ആ ധാന്യം ശേഖരിക്കേണ്ടതിന്. ദൈവമക്കളെ, ഇതേ സമയം കരിഞ്ജീരകവും ജീരകവും ഹല്ലേലൂയ വിതയ്ക്കുകയും വിതറുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ അപ്രയും ഇപ്രയുമായിട്ടാണ്. ഗോതമ്പ് ഒരു സൈഡില്, യവം ഒരു വശത്ത്. ഇത് യഹൂദ പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. യവം ഒരു വശത്ത്, ഗോതമ്പ് ഒരു വശത്ത്, കരിഞ്ജീരകവും ജീരകവും മറുവശങ്ങളിൽ ഇങ്ങനെ വിതച്ചിട്ടിരിക്കുകയാണ്. ഈ സമയം മെതിവണ്ടി കടന്നു വന്ന് ഹല്ലേലൂയ യവവും ഹല്ലേലൂയ ഗോതമ്പും ഹല്ലേലൂയ മെതിവണ്ടി കയറ്റി ഇറക്കിയ ഗോതമ്പ് മണികളെ എടുക്കുന്നു. ഹല്ലേലൂയ. ഈ സമയം ജീരകവും കരിഞ്ജീരകവും വെയിറ്റ് ചെയ്യുവാണ്. അവർ വിചാരിക്കുന്നു ഹല്ലേലൂയ ഈ മെതിവണ്ടി ഇപ്പോൾ തങ്ങളുടെ ശരീരത്തൂടെ കയറി ഇറങ്ങും. എന്നാൽ അവരെ മെതിവണ്ടി കൊണ്ടല്ല എടുക്കുന്നത്, വടി കൊണ്ടാണ് എടുക്കുന്നത്, കോലുകൊണ്ട് അടിച്ചാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്. നിന്റെ കഷ്ടതയല്ല മറ്റുള്ളവരുടെ കഷ്ടത. അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്താ മെതിവണ്ടി കയറി ഇറങ്ങുന്ന പോലത്തെ കഷ്ടത എന്ന് ചോദിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പുറത്തൂടെ മെതിവണ്ടി കയറി ഇറങ്ങിയാലേ നിനക്ക് കളപ്പുരയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ജീരകം, എനിക്ക് സഹോദരിമാരാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അറിയാം, ജീരകം ഗോതമ്പ് എടുക്കുന്ന പോലെയാണോ നമ്മൾ എടുക്കുന്നത്? ഗോതമ്പ് നമ്മൾ എത്രത്തോളം അളവിനെടുക്കും? നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ അനുസരിച്ചാണ് ഗോതമ്പ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു കുറഞ്ഞത് ഒരു 5-6 വട്ടമെങ്കിലും നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള ഡിഷസ് എന്തെങ്കിലും ഉണ്ടാക്കും. എന്നാൽ ജീരകവും കരിഞ്ജീരകവും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? വല്ലപ്പോഴും ഒന്ന് ഉപയോഗിച്ചാലായി. അല്ലെങ്കിൽ അതിന്റെ അളവിന് കുറവുണ്ട്. അല്ലെങ്കിൽ കാരണം അതിന് വടി കൊണ്ടാണ് അടി കിട്ടുന്നത്. വടി കൊണ്ട് അടി കിട്ടി ചെറിയ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നതിന് ദൈവത്തിന് ചെറുതായിട്ട് ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകളാണ് കടന്നു വരുന്നത്. അതിന്റെ അർത്ഥം അവരെ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ വലിയ പ്രാപ്തിയും വലിയ വലിയ വിളിയുമാണുള്ളത്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ വിളി വലുതാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ മെതിവണ്ടി ഉറപ്പായും ഉണ്ടായിരിക്കും. എന്നാൽ എനിക്ക് മെതിവണ്ടി വേണ്ട, എനിക്ക് വടി മതിയെന്ന് നീ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്ക് ഒരു ചെറിയ ബോട്ടിലിനകത്ത് ഒതുങ്ങി ഒരു മൂലക്കിരിക്കാം. എന്നാൽ കളപ്പുരയിൽ ചെല്ലണോ? ഹല്ലേലൂയ, രാജാവിന്റെ മാളിക മുറിയിലും ദരിദ്രന്റെ ഹല്ലേലൂയ കുടിലുകളിലും ചെന്ന് കയറുവാൻ കഴിയുന്നവനാണ് ഹല്ലേലൂയ ഗോതമ്പും യവവും. ഹല്ലേലൂയ, അതൊരു നമ്മൾ പറയുന്ന മെയിൻ കോഴ്സ് ഫുഡാണ് യവം കൊണ്ടും ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കുന്നത്. എന്നാൽ ജീരകം എവിടെയെന്ന് നമ്മൾ ഏതെങ്കിലും കറിക്കകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പോലും കഴിയത്തില്ല. നമ്മൾ തപ്പിയെടുക്കേണ്ടി വരും. എന്നാൽ യവവും ഗോതമ്പും കൊണ്ട് മെയിൻ കോഴ്സ് ഫുഡ് ഉണ്ടാക്കി ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് അല്ലെങ്കിൽ സംതൃപ്തിയോടെ അവർ കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ഈ യവത്തിനും ഗോതമ്പിനും പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങൾ ഒരു മെതിവണ്ടിയിൽ കൂടി കയറി ഇറങ്ങി, ആ കഷ്ടത വലുതായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒന്നും മാറി മെതിവണ്ടികൾ കയറി ഇറങ്ങുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അത്രയ്ക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇതൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, കഷ്ടതയുടെ നടുവിൽ കർത്താവ് ഒരിക്കലും മാറിയിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ,
ഹല്ലേലൂയ കുശവന്റെ കയ്യിലെ കളിമണ്ണ്, അതുപോലെ തന്നെ സ്വർണത്തെ പണിയുന്ന തട്ടാനുമായിട്ട് കർത്താവിനെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇവിടെ ചിലരെങ്കിലും സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടാവും. സ്വർണ്ണത്തെ കുറിച്ച് ഗ്രാഹ്യമുള്ളവരായിരിക്കാം. എനിക്കും സ്വർണ്ണത്തെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. കാരണം ഞാൻ അല്ലെങ്കിൽ ജനിച്ചത് ഒരു പെന്തക്കോസ് ഭവനത്തിലായതുകൊണ്ട് തന്നെ ആഭരണം ഇട്ടിട്ടില്ല. എന്നാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ തട്ടാൻ സ്വർണം അല്ലെങ്കിൽ തീക്കകത്തേക്ക് ഇട്ടിട്ട് ഹല്ലേലൂയ അതിന്റെ ശുദ്ധീകരണം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തട്ടാൻ അതിനെ തീയിലിട്ടിട്ട് മാറിയിരിക്കത്തില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാറിയിരിക്കുന്നത്? ഒരു ചായ കുടിക്കാൻ പോകത്തില്ല, റെസ്റ്റ് എടുക്കാൻ പോകത്തില്ല. ആ തീക്കകത്തേക്ക് സ്വർണ്ണ ഖനി ഇട്ടതിന് ശേഷം തട്ടാൻ സൂക്ഷ്മമായി അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഒരു സ്വർണ്ണ ഉരുപ്പിടിയാണെങ്കിൽ നമ്മുടെ കർത്താവായ തട്ടാൻ അല്ലെങ്കിൽ നമ്മളെ തീക്കകത്തേക്ക് ഇട്ടിട്ട് അവൻ മാറിയിരിക്കുന്ന ദൈവമല്ല. ദൈവവചനത്തിന്റെ ആദ്യോടൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ചിലപ്പോൾ നിന്റെ ഭർത്താവിന് നിന്റെ കൂടെ ഇരിക്കുവാൻ കഴിയത്തില്ല. നിന്റെ വേദനയുടെ നടുവില് ചിലപ്പോൾ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വേദനയിൽ കൂടിയാവാം നീ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്റെ വേദന നീ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പല ചോദ്യങ്ങൾ കാണും. അല്ലെങ്കിൽ നീ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നിനക്ക് മാത്രം വിടുതലില്ല? അതുപോലുള്ളവർ വിടുതൽ പ്രാപിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മാതാവിനോടോ പിതാവിനോടോ പറയാൻ കഴിയത്തില്ലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ ഗൗരവം എത്രയും ആയിക്കോട്ടെ. എന്നാൽ സർവ്വതും പറയുവാൻ, സർവ്വതും സമർപ്പിക്കുവാൻ കഴിയുന്ന കർത്താവിടെ പറയുന്നെന്താ? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരളാം. ഹല്ലേലൂയ. കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെയിരിക്കാം. അത് മാത്രമല്ല, ഞാൻ നിന്നെ വിടിവിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കളപ്പുരയിൽ ഒരു ഗോതമ്പ് ശേഖരിച്ചു കഴിഞ്ഞാൽ ആ ഗോതമ്പിന് ഇപ്പോൾ ഇരിക്കുന്നവൻ കളപ്പുരയിലാണ്. അവന്റെ പേരിനൊരു വ്യത്യാസമാണ്. അവനിപ്പോൾ വയലിലില്ല, അവൻ മെതിവണ്ടിയുടെ ചക്രത്തിന് അടിയിലല്ല. അവൻ ഇപ്പോൾ ഇരിക്കുന്നത് ഹല്ലേലൂയ ഒരു കളപ്പുരയ്ക്കകത്താണ്. അവന്റെ നാമത്തിനൊരു വ്യത്യാസം വന്നു. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകളുടെ നടുവില് കർത്താവിന് ഒരു ദേശമുണ്ട്. ഹല്ലേലൂയ. എന്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു മക്കളുണ്ട്, അല്ലെങ്കിൽ യുവതികളുണ്ട്, അല്ലെങ്കിൽ പ്രായമുള്ള മാതാക്കളുണ്ട്. എന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ ആദ്യം എപ്പോഴും പറയും, എന്റെ സാക്ഷ്യത്തിന് തുടക്കം ഞാൻ എന്റെ മമ്മിയെ കുറിച്ച് പറയും. എന്റെ മാതാവിനെ കുറിച്ച് പറയാതെ എന്റെ സാക്ഷ്യം കംപ്ലീറ്റ് ആവത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാക്കളെ, നിങ്ങൾ യുവതികൾ, ഇനി നിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞ് നിങ്ങൾക്ക് ദൈവം തലമുറകളെ തന്നാൽ ഈ സാക്ഷ്യം എന്നും നിങ്ങളുടെ ഹല്ലേലൂയ ബോധ മനസ്സിലുണ്ടാവണം. ഹല്ലേലൂയ. മാതാക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ തലമുറയുടെ വിജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മാതാക്കൾ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഉപവസിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ തലമുറകൾ നഷ്ടമായി പോവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ മാതാവിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ മമ്മി ഒരു യാക്കോബ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലെങ്കിൽ ഒരു മകളായിരുന്നു. കോട്ടയം മണർകാട് പള്ളിയിൽ ഒരു വിശ്വാസിയായിരുന്നു എന്റെ മമ്മി. അല്ലെങ്കിൽ 12 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു മർത്തോമ ഫാമിലിയിൽ യാദൃശ്ചികമായി കടന്നു പോയപ്പോൾ അവിടെ വെച്ച് ദൈവവചനം കേൾക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം സ്നാനപ്പെടുവാൻ പരിശുദ്ധാത്മ ഇടപെട്ടുകൊണ്ടിരുന്നു. വചനം വായിച്ച് രൂപാന്തരപ്പെട്ടയാളാണ് എന്റെ മമ്മി. ഹല്ലേലൂയ. വചനത്തിൽ കൂടി പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ഇടപെട്ടു. മമ്മി സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിന്റെ പേരിൽ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ ഒത്തിരി ഉപദ്രവം സഹിക്കേണ്ടി വന്നു. മൂത്തയാങ്ങളെ ഒത്തിരി ഉപദ്രവിച്ചു, അപ്പച്ചനെ ഒത്തിരി ഉപദ്രവിച്ചു. അങ്ങനെ ഒരുപാട് ഉപദ്രവം ഏറ്റു. ഹല്ലേലൂയ. മുറിക്കുള്ളിൽ അനേക ദിവസങ്ങളെ ഹല്ലേലൂയ പൂട്ടിയിട്ടു. ഭക്ഷണം കൊടുക്കാതെ മമ്മിയുടെ വസ്ത്രങ്ങൾ മൊത്തം കത്തിച്ചു കളഞ്ഞു. പഠനം സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് വേദനകൾ അനുഭവിച്ചു. എന്നാൽ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭം. ഹല്ലേലൂയ. എല്ലാറ്റിനും ഉപരി കർത്താവിനെ അധികമായി സ്നേഹിച്ചു. എന്റെ മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ഹല്ലേലൂയ, മരിക്കുവാണെങ്കിൽ ഒരു രക്തസാക്ഷിയായി മരിക്കണം. അത് മമ്മിയുടെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ദൈവമക്കളെ, അല്ലെ ഒറ്റയ്ക്ക് ജീവിക്കാനായിരുന്നു മമ്മിയുടെ ആഗ്രഹം. വിവാഹം കഴിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇല്ല, നീ വിവാഹസ്ഥയായി കുടുംബസ്ഥരായി ദൈവവേല ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് ആ വിളി മമ്മിക്ക് ലഭിച്ചതുകൊണ്ട് മമ്മി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അല്ലെങ്കിൽ മമ്മി ഭവനത്തിൽ നിറക്കി വിട്ടു. അമ്മേനൂരിലുള്ള ഒരു ഭവനത്തിലായിരുന്നു മമ്മി, വിശ്വാസികളുടെ ഭവനത്തിൽ മമ്മിയെ അവർ സ്വീകരിച്ചു. അവിടെ ആയിരിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മ ഇടപെട്ടത്, നീ വിവാഹിത ആവണമെന്ന്. അങ്ങനെ മമ്മി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അല്ലെങ്കിൽ മമ്മി ദൈവസന്നിധിയിൽ ഒറ്റ കാര്യം പറഞ്ഞോളൂ, കർത്താവ്, എനിക്ക് ഏകയായിരിക്കാനാണ് ആഗ്രഹം. എന്നാൽ അങ്ങ് എന്നോട് പറഞ്ഞു വിവാഹം കഴിക്കുവാൻ. എന്നാൽ എനിക്കൊരു ആഗ്രഹമുണ്ടപ്പ, ആ ആഗ്രഹം സാധിപ്പിച്ചു തരണം. അങ്ങനെ ഒരു വ്യക്തി എനിക്ക് നൽകി തരണം. ഹല്ലേലൂയ. മമ്മിയുടെ ആഗ്രഹം ഇതായിരുന്നു. ഹല്ലേലൂയ. മമ്മി പല കല്യാണാലോചനയോട് മമ്മിയുടെ ഭവനക്കാര് തന്നെ മമ്മിയെ തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. കാരണം അവർക്ക് പേടിയായിരുന്നു, പെന്തക്കോസ്തുകാർ കല്യാണം കഴിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും താഴ്ന്ന ജാതിയിലോ അല്ലെങ്കിൽ പണമില്ലാത്തടത്തോ കെട്ടിച്ചു വിടും. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് അത് ചേരാത്തത് കൊണ്ട് അവർക്ക് പറ്റിയ കുടുംബത്തിലുള്ള ഒരാളുമായിട്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഓർത്ത് പെന്തക്കോസ്തിൽ തന്നെയുള്ള എന്നാൽ അത്യാവശ്യം പണവും
വസ്തുവകകളും ഒക്കെയുള്ള ഒരു നല്ല മാന്യമായ ജോലിയും വിദേശത്ത് ജോലിയും ഒക്കെയുള്ള ഒരാളുമായിട്ട് മമ്മിയുടെ വിവാഹം നടത്തുവാൻ ആഗ്രഹിച്ചു. കാരണം മമ്മി മാത്രമാണ് മമ്മിയുടെ കുടുംബത്തിൽ അത്യാവശ്യം വിദ്യാഭ്യാസവും അത്യാവശ്യം പഠിക്കുവാൻ കഴിവൊക്കെ ഉണ്ടായിരുന്ന ഒരാള്. അപ്പൊ ഭാവിയില് വിദേശത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് ചില സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായാൽ കുടുംബത്തിന് സഹായമാകുമല്ലോ എന്നോർത്ത് അവർ ആഗ്രഹിച്ചു. എന്നാൽ മമ്മി ഈ മറുവശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഹല്ലേലൂയ, മമ്മി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ, എനിക്ക് ദൈവം തരുന്ന ഒരു കുടുംബജീവിതത്തെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് കർത്താപ്പച്ച. അങ്ങയുടെ ഹിതപ്രകാരം എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഒരാളെ നൽകി തരണം. അങ്ങയുടെ ഹിതം മതി, എങ്കിലും എന്റെ ഒരു ആഗ്രഹം ഞാൻ ദൈവസന്നിധി വെക്കുമോ എന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടുവന്ന ആലോചനകളെല്ലാം വലിയ ഹൈ ക്ലാസ് ഫാമിലിയിൽ നിന്നും വലിയ ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്ന് മമ്മി എല്ലാ കല്യാണാലോചനയും വേണ്ടാന്ന് വെച്ചപ്പോൾ മമ്മിയുടെ അപ്പച്ചൻ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വേണ്ട എന്ന് പറയുന്നത്? ഞങ്ങൾ കൊണ്ടുപോകുന്നതെല്ലാം നല്ല കാര്യങ്ങളല്ലേ, എന്നാൽ നീ എന്തുകൊണ്ട് ഇതിന് മറുതലിക്കുന്നത്? അപ്പൊ മമ്മി പറഞ്ഞു, അപ്പച്ചാ, എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരാളെ അല്ല. അപ്പൊ പിന്നെ നിനക്ക് എങ്ങനത്തെ ഒരാളെ വേണ്ടത് പറയാൻ പറഞ്ഞു. അപ്പോൾ മമ്മിയുടെ സഹോദരങ്ങളും അപ്പച്ചനും അമ്മച്ചും എല്ലാം വെയിറ്റ് ചെയ്യുക. അപ്പൊ മമ്മിയുടെ അനീറ്റിയെയും ഓൾറെഡി കല്യാണം കഴിപ്പിച്ചു വിട്ടു. മമ്മിയുടെ അനീറ്റി വിവാഹിതയായി. ഇനി മമ്മി മാത്രമേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ മമ്മി പറഞ്ഞു, എന്റെ ആഗ്രഹം ഇതാണ്, ഈ ഭൂമിയിൽ ഒരു സെന്റ് സ്ഥലമോ വീടോ വസ്തുവോ ബാങ്ക് ബാലൻസോ ഒന്നും ഇല്ലാത്ത ഒരാളെ മതിയെന്ന്. ഇത് കേട്ട പുറകെ എല്ലാവരും ചിരിക്കാനിടയായി തീർന്നു. പെന്തിക്കോസിൽ പോയി വട്ടായതാ, അല്ലെങ്കിൽ ഇങ്ങനെ ആരും ഒരു പെൺപിള്ളാരും പറയത്തില്ല, അല്ലെങ്കിൽ അല്ലേ സഹോദരിമാരെ, നമ്മൾ ആരെങ്കിലും പറയുവോ ഈ ലോകത്തിൽ ഒന്നും ഇല്ലാത്ത ഒരാളെ മതിയെന്ന്? വീട് വേണ്ട, വസ്തു വേണ്ട, ഒന്നും വേണ്ടാത്ത ഒരാള്. മമ്മി പറഞ്ഞത് ഇങ്ങനെയാണ്, തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവിനെ പോലെ കെരീത്തി പോകാൻ പറഞ്ഞ കെരീത്തി പോണം, സാരാഫാത്തി പോകാൻ പറഞ്ഞ സാരാഫാത്തി പോണം. ഹല്ലേലൂയ. സമ്പത്തോ വീടോ വസ്തു ഒന്നും കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരു തടസ്സമായി തീരരുത്. മമ്മിയുടെ കാഴ്ചപ്പാട് അതായിരുന്നു. കാരണം അല്ലെങ്കിൽ വീടും വസ്തുവും ഒക്കെ ഉണ്ടെങ്കിൽ, ആടുമാടുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് വിട്ടാൽ നമ്മൾ എന്ത് പറയും? അയ്യോ, വീട് നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ തേങ്ങ ആരെങ്കിലും പെറുക്കിക്കൊണ്ട് പോകും, അവിടെ ആരുമില്ല, അല്ലെങ്കിൽ ആടിനെ നോക്കാൻ ആളില്ല, പശുവിനെ നോക്കാൻ ആളില്ല, ഇങ്ങനെ പറയും. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണം, എനിക്ക് ഒരു കമ്മിറ്റ്മെന്റും പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ സമയം സുശേഷ വേല ചെയ്യണം. ഇതായിരുന്നു മമ്മിയുടെ ആഗ്രഹം. അപ്പൊ മമ്മിയുടെ അപ്പച്ചൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കണ്ടു കിട്ടാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ കിട്ടും, ഒന്നുമില്ലാത്ത താഴ്ന്ന ജാതിയിലോ അല്ലെ അങ്ങനെയുള്ള ഒരാൾക്കാരെ കിട്ടും. അങ്ങനെ മമ്മിയെ വളരെയധികം ആക്ഷേപിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ മമ്മി പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ ആളെ കാണിച്ചു തന്നിട്ടുണ്ട്. മമ്മിക്ക് ദൈവാത്മാവ് രാത്രി ദർശനത്തില് പപ്പായെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. വളരെ മെലിഞ്ഞ്, അല്ലെങ്കിൽ ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ട ഒരാളെ മമ്മിക്ക് ദർശനത്തിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. മമ്മി പറഞ്ഞു, എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കറക്റ്റ് സമയമാകുമ്പോൾ എന്റെ മുമ്പിൽ കടന്നു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിവാഹാലോചന കടന്നു വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈ വിവാഹം നടക്കുവാനിടയായി തീർന്നു. എന്റെ പപ്പായുടെ ഭവനം എന്ന് പറയുന്നത് പപ്പായുടെ ചെറിയ പ്രായത്തിൽ 8 മാസമുള്ളപ്പോൾ പപ്പ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, പപ്പായുടെ അമ്മച്ചിയും സഹോദരങ്ങൾ 2 പേരാണ് അവരോട്, പപ്പായും പപ്പായുടെ ചേട്ടനും. അവരെ കുടുംബമായിട്ട് അമ്മച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അരീപ്രമ്പിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവർക്ക് വസ്തുവില്ല, വീടില്ല. പപ്പായുടെ അപ്പച്ചനും അവരുടെ വലിയപ്പച്ചന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അതായത് പപ്പായുടെ അമ്മാച്ചന്റെ വീട്ടിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മച്ചിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. അമ്മച്ചിക്ക് ഉണ്ടായിരുന്ന ഒരു വസ്തു എന്ന് പറയുന്നത്, അപ്പച്ചൻ വീതം വെച്ചു കൊടുത്ത വസ്തു എന്ന് പറയുന്നത്, അത് അരീപ്രമ്പിലുള്ള IPC ചർച്ചിന് എഴുതി കൊടുത്തു. അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് ഒന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇവർ അമ്മാച്ചന്റെ വീട്ടിൽ കഴിയുന്നു. ഇവർക്ക് സ്വന്തമായിട്ട് വീടോ വസ്തു ഒന്നുമില്ല. ഹല്ലേലൂയ. ഇതേ സമയം എന്റെ മമ്മിയുടെ ആഗ്രഹം ഇതായിരുന്നു. ഞാൻ ദൈവമക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. മാതാക്കളോടും സഹോദരങ്ങളോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതികളോടും എന്റെ മമ്മിയുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു. ദൈവം എന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് എനിക്ക് തലമുറകളെ തന്നാൽ വിശ്വാസ ജീവിതം അവർ പഠിക്കണമെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങണം. ഹല്ലേലൂയ. എനിക്ക് നാളെ തലമുറകളെ തന്നാൽ അവർ വിശ്വാസം പഠിക്കണം, അവർ പ്രാർത്ഥനയുടെ ശക്തി പഠിക്കണം, അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവ്, എനിക്ക് അങ്ങനെ ഒരു കുടുംബജീവിതം മതി. ദൈവം പ്രാർത്ഥന കേട്ടു, അങ്ങനെ തന്നെ ഒരു കുടുംബജീവിതം കൊടുത്തു. ഞങ്ങൾ ആദ്യമായിട്ട് സുശിക്ഷ വേലയിൽ എന്റെ പപ്പായും മമ്മി ആയിരിക്കുന്നത് അല്ലെങ്കിൽ കോട്ടയത്ത് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത്, വേലനിലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിലായിരുന്നു. ദൈവമക്കളെ, വളരെ ദാരിദ്ര്യം. എന്റെ മമ്മിയുടെ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു ഫാമിലി, അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ സൗകര്യത്തിൽ നിന്നുമാണ് മമ്മി ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അല്ലെങ്കിൽ പാഴ്സനേജ് എന്ന് പറയാൻ ഒന്നുമില്ല. അല്ലെങ്കിൽ മമ്മി ഇപ്പോഴും പറയും, ചർച്ചിനോട് ചേർന്ന് ഹല്ലേലൂയ 2 സാരി കൊണ്ട് മറച്ച് ഒരു ഓല കെട്ടിയ ഒരു ചെറിയൊരു മുറിയാണ് പാഴ്സനേജ് എന്ന് പറയുന്നത്. മമ്മി എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് പോവും, തിരിച്ചു വരുമ്പോൾ ചോറും കലം കാലിയായിട്ട് കിടക്കുന്നത് കാണാം. കാരണം പട്ടി കയറും, കാരണം കറക്റ്റ് ആയിട്ട് കവറിങ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോഴ പാഴ്സനേജ് ആയിട്ടുണ്ട് ആ ചർച്ചില്. പപ്പായി മമ്മി ആയിരിക്കുന്ന സമയത്ത് പാഴ്സനേജിന് ഭിത്തിയൊന്നും കെട്ടി മറച്ചിട്ടില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പട്ടിയൊക്കെ കയറി ചോറൊക്കെ ഫുള്ള് കഴിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് രാത്രിയുടെ യാമങ്ങളില് വിശന്ന് മലമുകളിലാണ് മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത്
അവിടെ നിന്ന് രാത്രിയിൽ സുശേഷ വില കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒന്നും കഴിക്കുവാനില്ലാത്ത അനേക രാത്രികൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് വെള്ളം മാത്രം കുടിക്കും. മമ്മി പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മമ്മി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അനേക രാത്രികളിൽ പട്ടിണിയാണ്. എന്നാൽ മമ്മിയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഹല്ലേലൂയ. അവിടെ മമ്മി പ്രാർത്ഥിച്ച് പപ്പായോട് പറയും, പപ്പ പ്രാർത്ഥിച്ച് എനിക്കൊരു ഗ്ലാസ് വെള്ളം താ. മമ്മി എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, പ്രാർത്ഥിച്ച് വെള്ളത്തിന്റെ ശക്തി എന്റെ ശരീരത്തിൽ ഓടുന്നത്. കാരണം മമ്മി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ എന്റെ കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഈ വെള്ളത്തിനകത്ത് അങ്ങ് അയക്കണം. യേശുവിന്റെ രക്തം ഈ വെള്ളത്തിന്മേൽ തളിക്കണം. യേശുവിന്റെ രക്തത്തിനകത്ത് എല്ലാം വേണ്ടതുണ്ട്. കർത്താവെ ഞാനത് വിശ്വസിച്ച് കുടിക്കുന്നു. മമ്മി അത് കുടിക്കും. അല്ലെങ്കിൽ ദൈവമക്കളെ, ഞാൻ ഉണ്ടായപ്പോൾ ഒരു വെയിറ്റ് കുറവ് ഒന്നുമില്ല. അതുപോലെ തന്നെ എന്റെ മമ്മിയുടെ സാക്ഷ്യം, മമ്മി ഈ സമയം വരെ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ സമയം തൊട്ട് ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമുണ്ട്, മരിക്കുന്നെങ്കിലും മരുന്നെടുക്കത്തില്ല, മരിച്ചു വീഴുന്നതെങ്കിലും വിശ്വാസത്താൽ മരിച്ചു വീഴും. ഹല്ലേലൂയ. ഈ സമയം വരെ മമ്മി മരുന്നെടുത്തിട്ടില്ല. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങളെ 4 പേരെ മമ്മി പ്രസവിച്ചത് വീട്ടിലാണ്. മമ്മിയുടെ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖമായി കണ്ട അനേക സന്ദർഭങ്ങളുണ്ട്. ആക്സിഡന്റുകൾ വന്നിട്ടുണ്ട്. മുഖം മൊത്തം തകർന്ന ഒരു വ്യക്തിയാണ് എന്റെ മമ്മി. എന്നാൽ ഇന്ന് എന്റെ മമ്മിയുടെ മുഖം കണ്ടാൽ നിങ്ങൾ ആരും പറയത്തില്ല ഒരു മേജർ ആക്സിഡന്റ് കഴിഞ്ഞതാണെന്ന്. അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ്, രണ്ടാമത്തെ അനീതിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അപ്പൻഡിസൈറ്റിസ് വന്നു, ടൈഫോയിഡ് വന്നു. എന്നാൽ പ്രാർത്ഥിച്ചു വിടുതൽ നേടി. ഹല്ലേലൂയ. മരണത്തെ മുഖാമുഖമായി കണ്ട അനേക സന്ദർഭങ്ങളുണ്ട്. ഞങ്ങളെയും അങ്ങനെ തന്നെ മമ്മി വിശ്വാസ ജീവിതം പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ജനിച്ചു വീണത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണെങ്കിൽ പോലും എന്റെ മമ്മിയുടെ ജീവിതത്തിൽ നിന്നാണ് ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥനയുടെ വില മനസ്സിലാക്കിയത്. എന്റെ മാതാവിന്റെ ജീവിതത്തിൽ നിന്നാണ് ഉപവാസത്തിന്റെ വില മനസ്സിലാക്കിയത്. എന്റെ മാതാവിന്റെ ജീവിതത്തിൽ നിന്നാണ് ആരാധനയുടെ വില മനസ്സിലാക്കിയത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും നേടിയതാണ് പറയുവാനുള്ളതെല്ലാം. ഹല്ലേലൂയ. ഇന്ന് നിൽക്കുന്നതും അതിന്റെ കൃപയാണ് ദൈവമക്കളെ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാക്കളോടും സഹോദരിമാരോടും ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പണ്ടൊക്കെ കേട്ടിട്ടില്ലേ നമ്മുടെ മാതാക്കള് കരഞ്ഞത്, രാത്രിയുടെ യാമങ്ങളിൽ കരയുന്ന മാതാക്കൾ ഉണ്ടായിരുന്നു. തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്ന മാതാക്കൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മക്കൾക്ക് കൊടുക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഭക്ഷണം കൊടുക്കുവാൻ പോലും ഇല്ലാത്ത മാതാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ കൊടുത്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവർ ദൈവിക കാര്യങ്ങളിൽ ഭയങ്കര ഹല്ലേലൂയ ആകാംക്ഷയും ഉത്സാഹമുള്ളവരായിരുന്നു. അവരവരുടെ തലമുറകൾ കൊടുത്ത ദൈവവചനമാണ്. അവരവരുടെ തലമുറകൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്ത ഉപവാസവും പ്രാർത്ഥനയും ആരാധനയുമാണ്. ആരാധിക്കാൻ മടിയില്ലാത്തൊരു മാതാക്കൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കടന്നു വരുമ്പോൾ നമ്മുടെ ജോലി തിരക്ക് മൂലം, അല്ലെങ്കിൽ നമ്മുടേതായ ജീവിതത്തിന്റെ ശൈലികൾ മാറിയപ്പോൾ പലപ്പോഴും ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സമയമില്ലാത്തവരാണ് പലരും. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെതായ വീഴ്ചകൾ നമ്മൾ കണ്ടു തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഒരു കാര്യം ഇപ്പോൾ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു, പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, ആരോഗ്യമുള്ളപ്പോൾ, ആയുസ്സുള്ളപ്പോൾ, ദൈവം നിങ്ങൾക്ക് ഹല്ലേലൂയ ശരീരത്തിന് പുഷ്ടി നൽകുമ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതൊരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന്, എന്റെ മമ്മിയുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മമ്മി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളോട്, മക്കളെ കിട്ടുന്ന സമയം എല്ലാം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. 10 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് മമ്മി എന്നെ കൊണ്ട് ഉപവസിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. അന്നൊക്കെ ഉപവാസം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് മാറുവാനിടയായി തീർന്നു. അതായത് ഒരു ദിവസം അവധി കിട്ടുമ്പോൾ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നില്ലെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധി ഇരിക്കുക, ദൈവശബ്ദം കേൾക്കുക, വചനം വായിക്കുക, പ്രാർത്ഥിച്ച് നേടുക, അതിന് ഭയങ്കര ഒരു മഹത്വ ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കിപ്പോൾ ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു. ജോലി ചെയ്ത് കിട്ടുന്ന പൈസകൾ നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. സേവിങ്സ് അക്കൗണ്ടിലേക്ക് സേവ് ചെയ്തിടും അല്ലെ? എന്തിനാ? നമ്മൾക്ക് പ്രായമൊക്കെ ആയി, ഇനി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോ എന്ത് ചെയ്യും? നമ്മൾ എന്ന് പേ സ്ലിപ്പ് എഴുതി കൊടുത്ത് ക്യാഷ് വിഡ്രോ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തും. ഇതുപോലെ തന്നെയാണ് ഉപവാസവും പ്രാർത്ഥനയും. ആരോഗ്യമുള്ളപ്പോൾ, ആയുസ്സുള്ളപ്പോൾ, ദൈവം ശരീരത്തിന് ബലം നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കാമോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി ഉപവസിക്കാമോ? അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ സഭയ്ക്കും വേണ്ടി ഉപവസിക്കാമോ? ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വയ്യാഴിക വരുന്ന സമയങ്ങളിൽ, നിങ്ങളുടെ ശരീരത്തിന് ബലഹീനത വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം. പ്രാർത്ഥനയാകുന്ന പേ സ്ലിപ്പ് കൊടുത്തിട്ട്, കർത്താവേ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഉപവസിച്ചതാണല്ലോ, എന്റെ തലമുറയ്ക്ക് വേണ്ടി എനിക്കൊരു മറുപടി കാണണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഉത്തരമരുളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹിസ്കിയാ രാജാവ് അതാണ് ചെയ്തത്. ഹല്ലേലൂയ. ഹിസ്കിയാ രാജാവിന്റെ അടുക്കല് ദൂതൻ വരുമ്പോൾ പറയുന്നതാണല്ലോ, അല്ലെ? യെശയ്യാ പ്രവാചകൻ അയക്കുമ്പോൾ ഹിസ്കിയാവ് പറയുന്നതാണല്ലോ, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി ചെയ്തത്, ഞാൻ ജീവിച്ചത് നീ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പറയുവാൻ ഹല്ലേലൂയ അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന സമയം, ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അതിന് മറുപടിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്,
മമ്മി അങ്ങനെയാണ് ജീവിതം തുടങ്ങിയത്. ഹല്ലേലൂയ. ഇപ്പോഴും ദൈവഹിത പ്രകാരം വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. രോഗശാന്തിയിൽ തന്നെ വിശ്വസിക്കുന്നു. മരുന്നിലോ വൈദ്യന്മാരിലോ ഇതുവരെ ആശ്രയിച്ചിട്ടില്ല. ഞങ്ങളെ 4 പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെയാണ് വളർത്തിയത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മരുന്ന് തന്നിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു വാക്സിൻസ് എടുത്തിട്ടില്ല. ഞാൻ മരുന്നെടുക്കാൻ തുടങ്ങിയത് നഴ്സിംഗിന് പോയി. ഹല്ലേലൂയ. അതിനുശേഷം ഉണ്ടായി അതിനുശേഷമാണ് ഞാൻ ഇവിടെ അമേരിക്കയിലൊക്കെ വന്നപ്പോൾ എന്റെ ഡെലിവറിയുടെ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അതിനുശേഷമാണ് എനിക്കൊരു വ്യത്യാസം വന്നത്. എന്നാൽ അതിനു മുമ്പ് വരെ ഇപ്പോഴും, എന്നാൽ അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈ സമയത്ത് വരെ ഞാനും എനിക്കൊരു വിഷയം വന്നത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് എനിക്ക് അറിയത്തുള്ളൂ. ആദ്യം വരുന്നത് പ്രാർത്ഥനയാണ്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. കാരണം ഹല്ലേലൂയ, നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ വന്നാൽ നമ്മളിപ്പം പറഞ്ഞാൽ ആംബുലൻസ് ഒക്കെ വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ ഒത്തിരി സമയം എടുക്കും. എന്നാൽ എന്റെ അപ്പ എന്ന് വിളിക്കുമ്പോൾ സെക്കൻഡിൽ ഇറങ്ങി വരുവാൻ കഴിയും നമ്മുടെ കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. അവൻ ആരാ? ഏറ്റവും വലിയ വൈദ്യനാണ്. ഹല്ലേലൂയ. ഡോക്ടർമാർക്ക് പോലും അനേക ഗവേഷണങ്ങൾ നടത്തിയിട്ട് വേണം നമ്മുടെ രോഗത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ. എന്നാൽ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി നിന്റെ അടുക്കൽ കടന്നു വന്ന് ഒരു ടെസ്റ്റും കൂടാതെ, അല്ലെങ്കിൽ നിന്റെ ബ്ലഡ് എടുക്കാതെ, നിന്നെ വേദനിപ്പിക്കാതെ, നിന്നെ സ്കാൻ ചെയ്യാതെ, ഹല്ലേലൂയ, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ, അവൻ നിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് നിനക്ക് വേദന, അത് എവിടെയൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നവനാണ് കർത്താവിന്റെ. ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവന്റെ അടിപ്പിണരാൽ നമ്മൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവമക്കളെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. എന്റെ മമ്മി എപ്പോഴും പറയുന്ന ഒരു വാക്കാണത്. അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഓൾറെഡി അത് തന്നിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഡെപ്പോസിറ്റഡ് ആ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫേർഡ് ആണ്. സൗഖ്യം ട്രാൻസ്ഫേർഡ് ആണ്. ഒറ്റ കാര്യം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്തിട്ടിരിക്കുക. പക്ഷെ എപ്പോഴാണ് നമ്മൾ അത് റിസീവ് ചെയ്യുന്നത്? ഞാനിപ്പോ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പണത്തിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യമാണോ വേണ്ടത്? പ്രേയർ ആകുന്ന പേ സ്ലിപ്പ് നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. കർത്താവ്, എനിക്ക് ഇന്ന അസ്വസ്ഥതയാണ്, എനിക്ക് ഷോൾഡർ പെയിൻ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വലിയ വേദനയാണ്, എനിക്ക് നടുവേദനയാണ്, എനിക്ക് മുട്ടിന് വേദനയാണപ്പാ, എന്നെ സൗഖ്യമാക്കണമേ. എനിക്ക് ഡോക്ടറിന്റെ അടുക്ക കടന്നു പോകണ്ട കർത്താവേ. ഹല്ലേലൂയ. എനിക്ക് വലിയ പ്രൊസീജിയേഴ്സിൽ കൂടെ കടന്നു പോകണ്ടപ്പാ. അങ്ങയുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. അത് ഓൾറെഡി സേവ് ചെയ്തിട്ടിരിക്കുക. പ്രേയർ സ്ലിപ്പ് കൊടുക്കുക, റിസീവ് ചെയ്യുക. പക്ഷെ ഒറ്റ കാര്യം, ഫെയ്ത്ത്, വിശ്വാസം. എന്താണ് ആ വിശ്വാസം? കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ, ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയത്തും ഹല്ലേലൂയ, എന്റെ മമ്മി എപ്പോഴും പറഞ്ഞ ആ വാക്ക് എന്നെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത്, ഹല്ലേലൂയ, എനിക്ക് എവിടെയാണോ രോഗം അവിടെ ഞാൻ കൈവെക്കും. എന്നിട്ട് ഞാൻ പറയും, കർത്താവേ, അങ്ങടിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ ശാപത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ രോഗത്തിന് വേണ്ടി കൂടിയാണ് അങ്ങ് അടിയേറ്റത്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ പാപത്തിനും ശാപത്തിനും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് അടിച്ചത്? ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മരണത്തിന് വേണ്ടി, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുവാൻ ഒരു കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ എന്താ പറയുക, മർദ്ദിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അവർക്ക് ഡെത്ത് ആണ് പെനാൽറ്റി കൊടുത്തിരിക്കുന്നത്. പക്ഷെ കർത്താവ് എന്തുകൊണ്ടാണ് അടിയും കൂടെ ഏറ്റെന്നറിയാവോ? നമ്മുടെ രോഗസൗഖ്യം അവന്റെ അടിപ്പിണരിനകത്താണ് വെച്ചിരിക്കുന്നത്. ഓരോ അടിയേറ്റില്ലേ, ചാട്ടവാറ് കൊണ്ട് അടിച്ച്, ഹല്ലേലൂയ, മുള്ളുകൾ ഹല്ലേലൂയ അവന്റെ മാംസത്തിലേക്ക് തുളച്ചു ചെന്ന് ഓരോ പടയാളികൾ അത് വലിച്ചെടുക്കുമ്പോൾ അവന്റെ മാംസങ്ങൾ പിഴുതു വരുമ്പോൾ, ഹല്ലേലൂയ, ആ അടിപ്പിണരിനകത്താണ് നിന്റെ രോഗസൗഖ്യം വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ എന്തിനാണ് വെറുതെ ഡോക്ടർമാരുടെ പുറകെ പോകുന്നത്? ഹല്ലേലൂയ, നിന്റെ രോഗസൗഖ്യം നിനക്ക് ഡോക്ടേഴ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് കാണും. എന്നാൽ ആരും മനസ്സിലാക്കാത്തടുത്ത് നിന്റെ വേദനയുടെ ഇന്റൻസിറ്റി മനസ്സിലാക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനോട് പറ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ആ അടിപ്പിണരിനകത്ത് എനിക്ക് സൗഖ്യമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നപ്പ എന്ന് പറയണം. രണ്ടാമത്തെ ഒരു കാര്യം, അത് വിശ്വാസത്തോടുകൂടെ പറയണം. എനിക്ക് രോഗസൗഖ്യം തന്നിരിക്കാൽ സ്തോത്രം. അതെപ്പോൾ സ്തോത്രം പറയുന്നു, അത് വന്നിരിക്കുക. പിന്നെ ഒരു കുഴപ്പമുണ്ട്, പിശാചിനൊരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഓർപ്പിക്കും, നിനക്ക് ശരിക്കും വേദന ഉണ്ടോ അവിടെ? ഇപ്പൊ നിനക്കൊരു വേദന തോന്നുന്നില്ലേ? അത് മനസ്സിനെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ പറയണം, ഇല്ല, എന്റെ കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, അങ്ങനെ ഹല്ലേലൂയ ഡെലിവറൻസ് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ജീവിതത്തിൽ ചെയ്ത എല്ലാം നന്മകളാണ്. ഹല്ലേലൂയ, എല്ലാം ഉപകാരങ്ങളാണ്. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മമ്മിയുടെ വിശ്വാസ ജീവിതം പഠിപ്പിച്ചത് എങ്ങനെയാണ്? എന്റെ കുഞ്ഞു പ്രായത്തിൽ എനിക്കൊരു ഓർമ്മ വെച്ച സമയത്തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്റെ മമ്മി പറഞ്ഞത്, മോനെ, നിന്റെ ആവശ്യങ്ങൾ നീ ഒരിക്കലും ഞങ്ങളോട് പറയണ്ട. നിന്റെ ആവശ്യങ്ങൾ നീ സ്വർഗത്തിലെ അപ്പനോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഒരു ആവശ്യമുണ്ട്, മമ്മിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ മമ്മി ആദ്യം ചോദിക്കുന്ന കാര്യം, മമ്മി എന്താ പറഞ്ഞത്?
പോയിരുന്ന് പ്രാർത്ഥിക്കുക. അത് മാത്രമേ മമ്മി പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും പറയേണ്ടി വരത്തില്ല. അപ്പൊ തന്നെ എനിക്കറിയാം പോയിരുന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും പട്ടിണിയുമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഞാൻ പിറന്നു വീഴുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വളരെ പാവപ്പെട്ട വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ 100 രൂപ സ്തോത്ര കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ പലചരക്ക് കടയിലെ പറ്റും തീർത്ത് എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ മിച്ചം 2 രൂപയായിരിക്കും ഉള്ളത്. ഒരു ഞായറാഴ്ചത്തെ അനുഭവം പപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ എല്ലാം കൊടുത്ത് എല്ലാ പറ്റും തീർത്ത് സാധനങ്ങളും മേടിച്ച് തിരിച്ചു കയറി വരുമ്പോൾ കയ്യിൽ 1 രൂപ. അപ്പൊ പപ്പ പറഞ്ഞു, ഓ ഇപ്പൊ ആരെങ്കിലും ഒരു ഭിക്ഷക്കാരനും കൂടെ വരുമായിരുന്നു, ആ 1 രൂപയും കൂടെ കൊടുക്കുമായിരുന്നു, ഫ്രീ ആയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോകായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ താടി ഒരു ഭിക്ഷക്കാരൻ വരുന്നു, അമ്മ വല്ലതും തരണേ. പപ്പ 1 രൂപയും കൂടെ കൊടുത്തു, ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒന്നുമില്ലാഞ്ഞ പോക്കറ്റ് കാലിയായ സമയങ്ങളുണ്ട്. എന്നാൽ ദൈവമക്കളെ, കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ വചനത്തിൽ പറഞ്ഞിരിക്കുക എത്ര സത്യമാണ്. അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചവരാണ് ദൈവമക്കളെ. അന്നന്ന് ചോദിച്ച് മേടിച്ച് ജീവിക്കുന്നവർക്ക് അതിന്റെ മഹത്വം അറിയാം. ഒന്നിനും ദൈവം ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടും ഞെരുക്കമുള്ള ഒരു ഭവനത്തിൽ, ഞാൻ പറഞ്ഞ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. എന്നാൽ ആ സമയത്തും എനിക്കൊരു ബിസ്ക്കറ്റ് വേണോ, എനിക്കറിയാവുന്ന ഒരൊറ്റ കാര്യം, ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഞാൻ ചെറിയ പ്രായത്തില് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൊതി വന്നാൽ ഞാൻ ആദ്യം ദൈവസന്നിധി പോയി, യേശപ്പാ, എനിക്കറിയാവുന്ന ഭാഷ ഇത്രയേ ഉള്ളൂ, യേശപ്പാ എനിക്കത് തരണേ. എനിക്കൊരു പെൻസിൽ വേണോ, ഞാൻ ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്കും, യേശപ്പാ എനിക്ക് ആ പെൻസിൽ നൽകി തരണേ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് അത് തമാശയായിട്ട് തോന്നിയിരിക്കാം. എന്നാൽ എന്റെ ഈ ജീവിതത്തിന് ഈ നിമിഷം വരെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ആവശ്യം, ഇന്ന് ഞാൻ വിവാഹിതയാണ്, എന്നാൽ എന്റെ ഭർത്താവിനോട് ഞാൻ പറയാറില്ല ദൈവമക്കളെ. എന്നാൽ എനിക്കൊരു കാര്യം കൈ കിട്ടുമ്പോൾ ഞാൻ പറയും, അച്ചച്ചാ ഞാൻ ഇന്നലെ ദൈവസന്നിധി പ്രാർത്ഥിച്ചതാ, ഞാൻ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചതാ, കണ്ടോ എന്റെ കർത്താവ് എനിക്ക് നൽകി തന്നത്. ദൈവമക്കളെ, ആ ഒരു പ്രിവിലേജ് ഭയങ്കരമാ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഓർപ്പിക്കാൻ പറയുക. ചിലപ്പോൾ നമ്മൾ നമ്മുടെ അപ്പനോട് ഒരു ആവശ്യം പറയണമെങ്കിൽ, എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ബിസ്ക്കറ്റ് വേണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, പപ്പ എനിക്കൊരു ബിസ്ക്കറ്റ് നൽകി തരണം എന്ന് പറയുമ്പോൾ പപ്പ ഒരുങ്ങി, പപ്പ ഒന്ന് മനസ്സൊന്ന് റെഡിയാക്കി, എന്താ പറഞ്ഞേ, ഓക്കെ മേടിച്ചു തരാം എന്ന് പറഞ്ഞ് പതുക്കെ ഒരുങ്ങി താഴെ കടയിൽ പോയി മേടിച്ചു കൊണ്ട് തരുന്ന സമയം വേണം അല്ലേ. എന്നാൽ എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച സാധനം വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ട് എന്റെ കർത്താവ്. അല്ലെങ്കിൽ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ ചർച്ചിൽ പോയപ്പോൾ എന്റെ കൂടെ ഇരിക്കുന്ന ചർച്ചിൽ ഇരിക്കുന്ന വിശ്വാസിയുടെ ഒരു മോള് ഒരു പാക്ട് ബിസ്ക്കറ്റ്, അന്നത്തെ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ്, പണ്ടത്തെ, എനിക്കൊന്ന് പണ്ടത്തെ ഇവിടത്തെയുള്ള പണ്ടത്തെ അമ്മച്ചിമാർക്ക് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർക്ക് അറിയാം, ഇപ്പോഴത്തെ അല്ല, പഴയ മോഡൽ ക്രാക്ക് ജാക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് അത് അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ, ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ബിസ്ക്കറ്റ്. എനിക്ക് ആകെ അറിയാവുന്ന മമ്മി ഇങ്ങനെ കുറെ ഹോൾസ് ഉള്ള ബിസ്ക്കറ്റ്, അങ്ങനെ ഞാൻ പറഞ്ഞത്, കുറെ കിടത്തിയുള്ള ബിസ്ക്കറ്റ് ഇല്ല, എനിക്ക് ആ ബിസ്ക്കറ്റ് വേണം. പപ്പായ്ക്ക് മമ്മിക്ക് ആ ബിസ്ക്കറ്റ് എന്താന്ന് പോലും അറിയത്തില്ല. എന്നാൽ ഞാൻ ഇരുന്ന് കർത്താവിന്റെ അടുത്ത് ചെന്ന് പറയാം, യേശുപ്പച്ച എനിക്ക് ആ കിടത്തിയുള്ള ബിസ്ക്കറ്റ് തരണം, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം മമ്മി എന്നോട് ചോദിച്ചു, ഇത് ഏത് ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞു, കിടത്തിയുള്ള ബിസ്ക്കറ്റ്. ഞാൻ പറഞ്ഞു, ആ യേശുപ്പച്ചൻ അറിയാം, ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെ, ഇത് ഞാൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റില്ല, ഞാൻ പായെ തന്നെ ഇരിക്കുക. ഞങ്ങളുടെ വീടിന്റെ പുറത്ത് വന്ന ഒരാള് കൊട്ടി. പപ്പ കയറി ചെന്നു. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അങ്കിളും ആന്റിയാ, അവര് പറഞ്ഞു, ഇല്ല പാസ്റ്റർ, കുറെ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ വരണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്ട ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയ സമയം തൊട്ട് പുറത്തുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ചുമ്മാ വീട്ടിലൊന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു. വന്നപ്പോ ദൈവമക്കളെ ഞാൻ കാര്യം വിട്ടു, ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞു, ഒരു നമ്മുടെ പണ്ടത്തെ ഒരു കവറിനകത്ത് നിറച്ച് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ്. ഒന്നല്ല, ഞാൻ ഒന്നാ ചോദിച്ചത്, എന്റെ കർത്താവ് ഒരു കവർ നിറച്ചു കൊണ്ട് തന്നു. ഞാൻ അന്ന് എന്റെ മമ്മിയോട് അതിനുശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴും എന്റെ മമ്മി അത് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തും. മമ്മി, ഒരു ബ്രെഡ് ചോദിച്ചാൽ ബേക്കറി തരുന്നവൻ എന്റെ ദൈവം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നീ ബ്രെഡ് ആണോ ചോദിച്ചത്, നിനക്ക് ബേക്കറി തരുന്നവൻ എന്റെ ദൈവം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം അത്ഭുതകരമായി നടത്തുവാൻ വിശ്വസ്തനായ ദൈവം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ബിസ്ക്കറ്റ് തന്ന കഥയാണോ ഇത്ര വലിയ സാക്ഷ്യം? ഞാൻ പറയാൻ കാരണം, അതാണ് എന്റെ ജീവിതത്തിലെ ബേസിക്സ് വിശ്വാസം സ്റ്റാർട്ട് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എന്തു പറഞ്ഞാലും എന്റെ കർത്താവ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകി തരുവാൻ കഴിവുള്ള എന്റെ കർത്താവിനെ ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. എനിക്ക് ആദ്യമായി സ്കൂൾ അഡ്മിഷൻ കിട്ടിയ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പാമ്പാടിയിലേക്ക് കടന്നു വന്നു. അടുത്ത ട്രാൻസ്ഫർ കിട്ടി. പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് അംഗൻവാടിയിലാണ് വിട്ടത്, മലയാളം മീഡിയം സ്കൂളിലാണ് വിട്ടത്. മലയാളം മീഡിയം സ്കൂളിൽ വിട്ടു. അപ്പൊ അംഗൻവാടി ചെന്ന് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് 3.5-4 വയസ്സിനടുത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്നും എന്നെ നടത്തിക്കൊണ്ട് പപ്പായും മമ്മി വലിയ 2 കയറ്റമാണ്. ഈ കയറ്റമൊക്കെ കയറി അംഗൻവാടി ചെല്ലുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. കാരണം നടന്നു പോകാനുള്ള അതേ ഉള്ളൂ, വണ്ടിയൊന്നും ഇല്ലാന്ന്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവസ്ഥലം അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ഞങ്ങളുടെ ആ വീടിന്റെ വാതിൽ കൂടെ എപ്പോഴും ഒരു സ്കൂൾ ബസ് പോകും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ മമ്മിയോട് ചോദിച്ചു, അതെന്ത് വണ്ടി? മമ്മി പറഞ്ഞത് സ്കൂൾ ബസ്സാ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചുണ്ട്, അവര് വലിയ വീട്ടുകാരാണ്. അവരുടെ മോൾ ഇങ്ങനെ സ്കൂൾ ബാഗ് ഒക്കെ ഇട്ട് വാട്ടർ ബോട്ടിൽ ഒക്കെ പിടിച്ചു പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി എനിക്കും അങ്ങനെ പോകണം, എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് അങ്ങനെ പോകണം. അപ്പൊ മമ്മി പറഞ്ഞു, മോനെ അങ്ങനെ പോകണമെങ്കിൽ മമ്മി എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ എന്നും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ആ ബസ് കാണുമ്പോഴില്ല, കർത്താപ്പച്ച ആ ബസ്സിലോട്ട് കൈ നീട്ടിട്ടാ പറഞ്ഞേ, കർത്താപ്പച്ച എനിക്ക് ആ ബസ്സിൽ സ്കൂളിൽ പോകണം, ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ ഞാൻ ഇന്നൊരു സ്കൂൾ ബസ് കണ്ടു, എനിക്ക് എന്നെ ആ സ്കൂളിൽ ചേർക്കൂന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു, പപ്പ ഇങ്ങനെ പറഞ്ഞു, മോനെ ആ സ്കൂളിലൊക്കെ ചേർക്കണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ പണക്കാർ പഠിക്കുന്ന സ്കൂളാണ്, നമ്മൾ പാവപ്പെട്ടവരാ, നമ്മൾ അന്നന്ന് പ്രാർത്ഥിച്ച് മേടിക്കുന്നതുകൊണ്ട് ജീവിക്കുന്നവർ, അവിടെയൊക്കെ ചേർക്കണം ഡൊണേഷൻസ് ഒത്തിരി കൊടുക്കണം, ഒത്തിരി പൈസ കൊടുക്കണം, യൂണിഫോമിനൊക്കെ പുസ്തകത്തിനൊക്കെ ഒത്തിരി പൈസ, അതിനുള്ള സാമ്പത്തികവും നമുക്കില്ല. പപ്പ പറഞ്ഞു, മമ്മി പറഞ്ഞു, പപ്പ അവളെ മനസ്സ് വിഷമിക്കണം, അവളോട് പോയി പ്രാർത്ഥിക്കാൻ പറ, കർത്താവ് നടത്തും. അങ്ങനെ പറഞ്ഞു മമ്മിയോട്. ഞാൻ അന്ന് വൈകുന്നേരം മൊത്തം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. മമ്മി ഇപ്പോഴും പറയും, ഞാൻ പറഞ്ഞ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാതെ ഞാൻ ഇറങ്ങത്തില്ല. ഞാൻ ആ എന്റെ മുറിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് ഒരു മുറിയുണ്ട്, അവിടെ പോയിരുന്ന് ഭയങ്കര പ്രാർത്ഥന, യേശുപ്പച്ചാ എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ തന്നെ, പപ്പാടെ പൈസ കൊടുക്കണേ, എനിക്ക് യൂണിഫോം മേടിക്കാനുള്ള പൈസ പപ്പാടെ കൊടുക്കണം, പുസ്തകം മേടിക്കാനുള്ള പൈസ കൊടുക്കണം, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് 2-3 ദിവസമായിട്ട് പപ്പായുടെ മമ്മിയുടെയും പുറകെ എനിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ വേണം, ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ദിവസം പപ്പായോട് പറഞ്ഞു, പപ്പ യേശുപ്പച്ച സ്കൂളിൽ അഡ്മിഷൻ തരണേ, നമുക്ക് അവിടെ പോയാലല്ലേ അറിയത്തുള്ളൂ, അവിടെ എന്നെ ആ സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പൊ പപ്പ എന്ത് ചെയ്തു, ഓക്കെ എന്റെ നിർബന്ധത്തിന് പപ്പ സ്കൂൾ കാണിക്കുക. അപ്പൊ സ്കൂളുകളൊക്കെ അടച്ച സമയമാണ്, എന്നെ ആ സ്കൂളിന്റെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം അയർക്കുന്നത്ത് ചേപ്പുംപാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ലൂണി കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അല്ലെങ്കിൽ അങ്ങോട്ട് പപ്പായും എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ സ്കൂളിന്റെ വാതിക്ക് ചെന്ന് ഗേറ്റ് ഒക്കെ അടച്ചിട്ടിരിക്കും. ഞാൻ അവിടെ നിൽക്കുമ്പോൾ കോൺവെന്റിന്റെ വാതിൽ കൂടെ സിസ്റ്റേഴ്സ് ഇങ്ങനെ നടക്കുക. അപ്പൊ ഒരു സിസ്റ്റർ അതിലെ കൂടെ നടക്കുന്ന, നല്ല പ്രായമുള്ള ഒരു സിസ്റ്റർ. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഗേറ്റിന്റെ അതിൽ കൂടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്റെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്കൂൾ ഏതാ, ഒരു കൊച്ചു മുറി അംഗൻവാടി. ഞാൻ നോക്കിയപ്പോൾ ഇതൊരു വലിയ ബിൽഡിംഗ്, ഇഷ്ടം പോലെ പ്ലേ ഗ്രൗണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, കർത്താവിച്ച എനിക്ക് ഈ സ്കൂളിൽ പഠിക്കണം. അപ്പം ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന്. ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് ഇതിനെ കുഞ്ഞല്ലേ, എനിക്ക് ഇതൊന്നും കുറത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ സിസ്റ്ററോട് പറ. അപ്പം പെട്ടെന്ന് സിസ്റ്റർ എന്നെ കണ്ടു, ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന. പക്ഷേ എന്തിനാ വന്നേ? പപ്പ പറഞ്ഞു, ഒന്നുമില്ല, കുഞ്ഞിനെ സ്കൂൾ കാണിക്കാൻ വേണ്ടി വന്നു, പക്ഷെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ പപ്പ പറഞ്ഞു, അഡ്മിഷൻ അല്ല, ജസ്റ്റ് കാണിക്കാൻ വന്നതാ, ഒന്നും പറയണ്ട, കാരണം നമുക്ക് ഇവിടെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അതിനെന്താ, കൊച്ചു സ്കൂൾ കാണാൻ വന്നാണെങ്കിൽ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നു, അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ആ പ്ലേ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ഒന്ന് ഓടി നടന്നു, സ്കൂൾ കണ്ടു, എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോഴും ഞാൻ അവിടെ നിന്നും പ്രാർത്ഥിക്കുക, യേശുപ്പിച്ച എനിക്ക് ഇവിടെ അഡ്മിഷൻ തരണേ, യേശുപ്പിച്ച എനിക്ക് ഇവിടെ അഡ്മിഷൻ തരണേ, യേശുപ്പിച്ച ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം, ഓഫീസിൽ കടന്നു വന്നു. പപ്പായ അവിടെ എത്തി. പപ്പ ഒരു ദേവദാസനാണെന്ന് മനസ്സിലായി. അവര് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, മോക്ക് എത്ര വയസ്സ്? അപ്പൊ പറഞ്ഞു 4 വയസ്സ് കഴിഞ്ഞു. പറഞ്ഞു LKG ചേർക്കാൻ പ്രായമായല്ലോ, എന്ത് LKG ചേർത്താൽ എന്താ? അപ്പൊ പറഞ്ഞു, അയ്യോ സിസ്റ്ററെ, ഇവിടെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല, ഞാനൊരു കർത്താവിന്റെ ദാസനാണ്, ഞങ്ങൾ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നവരാ, ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം ഫീസ് തരാനും ഡൊണേഷൻ തരാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഈ സ്കൂളിനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് സിസ്റ്റർ താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, എന്നാൽ ആ മോക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ചേർക്കുന്നതിന് എന്താ? അപ്പൊ പപ്പ പറഞ്ഞു, ഡൊണേഷൻ ഒട്ടുമില്ല, എനിക്കറിയാം ഇവിടെ നല്ല ഡൊണേഷൻ ആണ്. അപ്പൊ സിസ്റ്റർ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സിസ്റ്റർ ചോദിച്ചു, മോക്ക് ഈ സ്കൂളിൽ പഠിക്കണോ? പെട്ടെന്ന് ഞാൻ പറയാം, എനിക്ക് സ്കൂളിൽ പഠിക്കണം, ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എനിക്ക് സ്കൂളിൽ പഠിക്കണം, എനിക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ പറയാം. അപ്പൊ സിസ്റ്റർ എന്നെ മോള് പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരോടാ പ്രാർത്ഥിച്ചു? ഞാൻ പറഞ്ഞു, ഞാൻ യേശുപ്പച്ചനോട് എന്നും പറയാറുണ്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുമെന്ന്, എനിക്ക് ഈ സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞു. സിസ്റ്റർ എന്നെ കോരി എടുത്ത് മടിയിൽ എത്തിട്ട് ചോദിച്ചു, ഈ ചെറിയ പ്രായത്തിലും കർത്താവിനോട് ആവശ്യം പറയുന്ന ഒരു കുഞ്ഞാണല്ലോ ഇവള്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവളോട് ഭയങ്കര മനസ്സിലുണ്ട്, ഇവക്ക് ഞാൻ അഡ്മിഷൻ കൊടുത്തില്ല, പിന്നെ ഞാൻ ആർക്കാ ഇവൾക്ക് ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നത്? അപ്പൊ സിസ്റ്ററോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ ന്യൂ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ, അപ്പൊ ഇങ്ങോട്ട് UP സ്കൂൾ മാറ്റുകയാണ്, LP സ്കൂളും UP സ്കൂളും ഇങ്ങോട്ട് മാറ്റുകയാണ്, അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ മുകളിലാണ്, അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ഞങ്ങളിപ്പോ LPക്കുള്ള സ്റ്റാർട്ടിങ് ചെയ്യുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കും. അപ്പൊ പപ്പ പറഞ്ഞു, സിസ്റ്ററെ ഡൊണേഷൻ ഉള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ സിസ്റ്റർ പറഞ്ഞ വാക്ക് ഇതാണ്, ഞാൻ ഡൊണേഷൻ ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് ആഗ്രഹത്തോടെ വന്നൊരു കുഞ്ഞ്, രണ്ടാമത് ഒരു ദൈവദാസന്റെ കുഞ്ഞ്, 3 അവൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണ്, 4ാമത് അവിടെ പേര് അക്സ, ബൈബിളിലെ ഒരു പേര്, രജിസ്റ്ററിൽ ആദ്യം തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാൻ പറ്റിയ പേര്, കുട്ടി തന്നെ എഴുതാവല്ലോ, അക്സ, നല്ല പേര്, അതുകൊണ്ട് തന്നെ ഇവക്ക് ഞാൻ ഇവിടെ അഡ്മിഷൻ കൊടുക്കും, ഇവക്ക് ഡൊണേഷൻ വേണ്ട, ഫസ്റ്റ് അഡ്മിഷൻ ഫ്രീ ആയിക്കോട്ടെ, ഒരു ഡൊണേഷൻ പോലും തരാതെ ഞാൻ ഇവൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാം. അപ്പൊ തന്നെ സ്ലിപ്പൊക്കെ എഴുതി എന്റെ റിക്വയർമെന്റ്സ്, യൂണിഫോമിന്റെ കാര്യങ്ങൾ എല്ലാം പപ്പയോട് പറഞ്ഞു, ഇവളുടെ കാര്യത്തിൽ മാത്രം ഞാനൊരു എക്സ്ക്യൂസ് കൊടുക്കാം, ഫീസിന്റെ കാര്യമൊക്കെ ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞോളാം, ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട, ഹല്ലേലൂയ, ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്, എന്നാലും എനിക്ക് ഇവളോട് ഒരു മതിപ്പ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ
നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് നമ്മളോട് മനസ്സലിവിനെ തരുന്നവനാണ് നമ്മുടെ ദൈവം. കാരണം നമ്മളെ ദൈവം ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ മനുഷ്യർക്ക് മനസ്സലിവ് തോന്നാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളോട് മനസ്സലിവ് തോന്നും, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം, നിന്റെ ഭർത്താവിന് നിന്നോട് മനസ്സലിവ് തോന്നും, ചിലപ്പോൾ നിന്റെ അമ്മയ്ക്ക് മനസ്സലിവ് തോന്നും, സഹോദരങ്ങൾക്ക് മനസ്സലിവ് തോന്നും നമ്മൾ ചിന്തിക്കും. എന്നാൽ അവർക്കൊക്കെ മനസ്സലിവ് തോന്നാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ആരുമല്ലാത്തവരുടെ ഹൃദയത്തില് ഹല്ലേലൂയ മനസ്സലിവ് തോന്നിക്കുന്ന ദൈവം, നമ്മളോട് അലിവ് തോന്നിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ രൂത്ത് ബോവസിന്റെ ഹല്ലേലൂയ വയലിൽ ചെന്നപ്പോൾ ബോവസിന് അവളോടുള്ള അലിവ് തോന്നി. ഹല്ലേലൂയ നമ്മളെ മാനിക്കേണ്ടതിന് ചിലരുടെ ഹൃദയങ്ങളില് ഹല്ലേലൂയ വല്ലാത്ത മനസ്സലിവുകളെ ദൈവം കൊടുക്കും. പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നു, ആരും കരുതുന്നില്ലല്ലോ, കരുതേണ്ടവർ കരുതുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സ്ഥാനങ്ങളില് കരുതുന്ന കർത്താവ് കൂടിയുണ്ടെങ്കിൽ ഹല്ലേലൂയ മറ്റാരെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ അങ്ങനെ ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. പിന്നെ വേണ്ടത് യൂണിഫോമും പുസ്തകവും ബുക്കുകളെയാണ്. ദൈവമക്കളെ, ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു, പ്രാർത്ഥിക്കുവാനിരുന്നു. ഹല്ലേലൂയ എനിക്കറിയാവുന്ന പ്രാർത്ഥനയാണ്, എപ്പോഴും പോയിരുന്ന് പ്രാർത്ഥിക്കുക. യേശുപ്പച്ച എനിക്ക് യൂണിഫോം വേണം, എനിക്ക് പഠിക്കാൻ പുസ്തകവും ബുക്കും വേണം, എനിക്ക് നൽകി തരണമേ. ദൈവമക്കളെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഹല്ലേലൂയ അപ്പോൾ ഞങ്ങളെ പപ്പായും മമ്മിയും തേടി ഒരു അങ്കിള് വീട്ടിൽ വന്നു. ഹല്ലേലൂയ ആ അങ്കിള് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ദേവദാസ എനിക്കൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആൾക്കാർ കടന്നു വരും. പപ്പായും മമ്മി പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞാൽ ദേവദാസനെ എഴുന്നേറ്റ് കടന്നു പോയപ്പോൾ പപ്പായുടെ മമ്മിയുടെ കയ്യിൽ ഒരു നന്മ കൊടുത്തു. ദൈവമക്കളെ, ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി എനിക്ക് ബാഗും പുസ്തകവും യൂണിഫോമും സകലതും ഒരു കുറവും കൂടാതെ മേടിക്കുവാനുള്ള നന്മ ദേവദാസന്റെ പക്കൽ കൊടുത്തു. അതിനുശേഷം മാസം എന്റെ ഇന്നത്തെ ഓർമ്മയിൽ അന്നത്തെ സമയത്ത് 1992, 93 കാലഘട്ടങ്ങളിലെ കാര്യം പറഞ്ഞത്. ആ സമയത്ത് ഓൾമോസ്റ്റ് 100 രൂപ വെച്ച് വേണം മന്ത്ലി ഫീസ്. അത് കൂടാതെ 50 രൂപ സ്കൂൾ വാൻ. അപ്പം എല്ലാം കൂടെ കൂടി 150 രൂപ വേണം ഒരു ദിവസം. അല്ലെങ്കിൽ സ്കൂൾ ഫീസ് അടയ്ക്കുവാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ലാസ്റ്റ് ഡേ വന്നു. അല്ലെങ്കിൽ സിസ്റ്റർ തലേ ദിവസം പറഞ്ഞു, പിറ്റേ ദിവസം സ്കൂൾ ഫീസ് അടയ്ക്കാത്തവരെ എല്ലാവരെയും ക്ലാസ്സിന് പുറത്തിറക്കും. അല്ലെങ്കിൽ അപ്പോൾ ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. മമ്മി പറഞ്ഞു, പോയിരുന്ന് പ്രാർത്ഥിക്കുക. അന്ന് രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുക. യേശുപ്പച്ച നാളെ സ്കൂൾ ഫീസ് കൊടുക്കണം, യേശുപ്പച്ച എനിക്ക് ഫീസ് കൊടുക്കണം, യേശുപ്പച്ച എനിക്ക് ഫീസ് കൊടുക്കാൻ പൈസ തരക്കണം. ദൈവമക്കളെ, ഞാൻ രാവിലെ സ്കൂളിൽ പോന്നിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇന്ന് പപ്പ ഫീസ് അടയ്ക്കും. മമ്മി പറഞ്ഞു, കഴിഞ്ഞ നാളുകളെ കർത്താപ്പിച്ച നടത്തിയില്ലേ? നടത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് കറക്റ്റ് 10 മണിയാകുമ്പോൾ മോന്റെ ഫീസ് അടയ്ക്കപ്പെടും. മമ്മി ഇപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകളെ വായിന്ന് വരത്തുള്ളൂ. ഒരു നെഗറ്റീവ് വാക്കും ആ വായിന്ന് വന്ന് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ മോള് വിശ്വാസത്തോടെ പൊക്കളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ ക്ലാസ്സിൽ പോയി. അല്ലെങ്കിൽ 10:15 10:30 അല്ലെങ്കിൽ സിസ്റ്റർ കടന്നു വന്നു. അറ്റൻഡൻസ് എല്ലാം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ലിസ്റ്റ് വായിച്ചു. പുറത്താക്കേണ്ടവരെയൊക്കെ പുറത്താക്കി. ഞാൻ നോക്കുമ്പോൾ ഞാൻ അകത്തുണ്ട്, എന്റെ ലിസ്റ്റിൽ പേരില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു. ഞാൻ ഉറങ്ങി ഓടിച്ചെന്ന് സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ ഹല്ലേലൂയ എന്റെ പേരില്ല. സിസ്റ്റർ പറഞ്ഞില്ലല്ലോ, പപ്പ വന്ന് 10 മണിയായപ്പോ കറക്റ്റ് പൈസ അടച്ചല്ലോ. ഹല്ലേലൂയ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി, ഇതൊന്നും അറിയാഞ്ഞിട്ട് ഭയങ്കര അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ആയി തിരിച്ചു വീട്ടിൽ വന്നപ്പോ ഞാൻ മമ്മിയോട്, മമ്മി എന്റെ ഫീസ് യേശുപ്പച്ചൻ അടച്ചു. മമ്മി പറഞ്ഞു, യെസ് അടച്ചു. കാരണം മോള് പോയ സമയത്ത് ഞാൻ 8:30 വീട്ടിൽ നിന്ന് പോകും. 8:30 8:45 ചെങ്ങന്നൂരുള്ള ഒരു സുജ എന്ന് പറയുന്ന ഒരു ആന്റിയും അല്ലെങ്കിൽ അവരുടെ മമ്മിയും അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ അഡ്രസ് എടുത്ത് തപ്പി വരികയാണ്. ഒരു ടാക്സിയൊക്കെ വിളിച്ചാ വരുന്നത്. ഒത്തിരി വഴിതെറ്റി അല്ലെങ്കിൽ ഒത്തിരി കറങ്ങിയാണ് അവർ. വെളുപ്പിനെ ഇറങ്ങിയതാ, ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. പ്രാർത്ഥന കഴിഞ്ഞു. അല്ലെങ്കിൽ അവർ 9:30 ആയപ്പോൾ ഭവനത്തിൽ നിന്ന് കടന്നുപോയി. പോയപ്പോൾ എന്റെ പപ്പായുടെ കയ്യിൽ ഒരു നന്മ കൊടുത്തു. എനിക്ക് ഫീസ് കൊടുക്കുവാനുള്ള 150 രൂപ. അത് മാത്രമല്ല, മമ്മിയുടെ കയ്യിൽ ഒരു നന്മ കൊടുത്തു. ഞങ്ങൾക്ക് അന്ന് ആവശ്യമായതെല്ലാം മേടിക്കുവാനുള്ള ഒരു തുക. ദൈവമക്കളെ, കറക്റ്റ് സമയമായപ്പോൾ ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറന്നു. ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ എല്ലാവരെയും ധൈര്യപ്പെടുത്തുവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ നടുവില് നിനക്ക് 10 മണിക്കാണോ ചില നന്മകൾ വേണ്ടി വരുന്നത്? നിനക്ക് 10 മണിക്കാണോ ക്രിട്ടിക്കലായിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാധ്യമായി? നിന്റെ ലോകം നിന്നോട് ഒരു സമയം പറയുക, 10 മണി, ഈ സമയത്ത് നിന്റെ പൈസ അടച്ചില്ലെങ്കിൽ ഹല്ലേലൂയ നീ അപമാനിക്കപ്പെടും. ഹല്ലേലൂയ അല്ലെങ്കിൽ നിന്റെ വാക്ക് മാറും. നീ ഒരു വാക്ക് കൊടുത്തു 10 മണിക്ക് ഞാൻ അടച്ചോളാമെന്ന്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, 9:59 വരെ നിന്റെ സമയമാ. അവസാനത്തെ ആ 1 മിനിറ്റ് ഉണ്ടല്ലോ, അത് മതി എന്റെ കർത്താവിന്. നമ്മൾ എന്തോ നമ്മുടെ കർത്താവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ ഇവിടെ വായിച്ച വചനത്തിൽ അവസാനത്തെ വാക്യം ഇതാണല്ലോ, അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുമുള്ളവനാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ആ അവസാനത്തെ 1 മിനിറ്റ് മതി, വേണ്ട അവസാനത്തെ ആ 1 സെക്കൻഡ് മതി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നോക്കുന്ന എന്താണെന്നറിയോ? ആ അവസാനത്തെ 1 മിനിറ്റ് വരെ നിനക്ക് ആ വിശ്വാസം കർത്താവിൽ ഉണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കുഞ്ഞ്
ഫ്ലൈറ്റ് കടന്നു പോകുക. ഹല്ലേലൂയ. അപ്പൊ ഫ്ലൈറ്റിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഫ്ലൈറ്റ് ഇപ്പൊ തകരുമെന്ന് എല്ലാവരും പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും ടെൻഷൻ അടിച്ച് ഹല്ലേലൂയ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അലറി വിളിക്കുക. ഈ കുഞ്ഞ് മാത്രം വളരെ സന്തോഷവതിയായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഫ്ലൈറ്റിലെ സീറ്റിൽ ഇരിക്കുക. അപ്പൊ തൊട്ടടുത്തിരുന്ന ഒരു മുതിർന്ന മനുഷ്യൻ ചോദിച്ചു, മോളെ നിനക്ക് മാത്രം എന്താ ടെൻഷൻ ഇല്ലാത്തെ, മരിക്കാൻ പേടിയില്ലേ? അപ്പൊ ആ പുള്ളിക്കാരി പറഞ്ഞു, ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, എന്റെ പപ്പായ ഹല്ലേലൂയ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ്, ഞാൻ ഈ വണ്ടിയിലുള്ളത് കൊണ്ട് ഫ്ലൈറ്റിലുള്ളത് കൊണ്ട് സേഫ് ആയിട്ട് എന്റെ പപ്പ ലാൻഡ് ചെയ്യിക്കും. ഹല്ലേലൂയ. ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മുടെ നൗകയിലില്ലേ? ഹല്ലേലൂയ. നിന്റെ ബോട്ടിൽ കർത്താവില്ലേ? അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയാണ്. നീ ഒന്ന് വിളിച്ചാ മതി. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളുന്ന ഒരു ദൈവം, നിന്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഒറ്റ കാര്യമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ, വിശ്വാസത്തോടു കൂടി അപ്പാ എന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ, നമ്മൾ പ്രശ്നത്തെ വലുതായി കാണും, പ്രശ്ന പരിഹാരകനായ ദൈവത്തെ വളരെ ചെറുതായിട്ട് കാണും. ഹല്ലേലൂയ. എന്റെ പ്രശ്നം കർത്താവിന് അറിയത്തില്ലേ എന്നാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥയെ ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവം. എന്നാൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ വ്യവസ്ഥ പ്രമാണിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസ്ഥയെ മാറ്റണമെങ്കിൽ വ്യവസ്ഥ പ്രമാണിക്കണം. എന്താണ് വ്യവസ്ഥ? വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവിശ്വാസമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകരുതെന്ന് വചനത്തിൽ പറയുന്നു. എന്തുകൊണ്ടാ? അവിശ്വാസം ഉള്ളിൽ വന്നാൽ നമ്മൾ ദുഷ്ടരായി തീരും. എങ്ങനെ ദുഷ്ടരായി തീരും? കർത്താവിനെ അവിശ്വസിക്കുമ്പോൾ കർത്താവിനെ തള്ളി പറയാനുള്ള അവസരങ്ങൾ വരെ വരും. അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവമക്കളെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതെ വിശ്വാസമുള്ളവരായി തീരുവാൻ നിങ്ങൾ എല്ലാവരും ദൈവം ബലപ്പെടുത്തണേ. അങ്ങനെ എനിക്ക് ആ സ്കൂളിൽ പഠിക്കുവാൻ ഇടയായി തീർന്നു. ഞാനിത് പറയാൻ വന്ന കാര്യം അതാണ്. എനിക്ക് വിശ്വാസത്തിന്റെ ഒരു ബേസിക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം ആദ്യം പറയും, ഇതാണ് എന്റെ വിശ്വാസത്തിന്റെ ഒരു തുടക്കം. അതിനുശേഷം എനിക്കൊരു കാര്യം അറിയാം, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും പപ്പ ഇല്ലെങ്കിലും മമ്മി ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ എന്റെ കരത്തിന് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ ആ വിശ്വാസ ജീവിതം തുടങ്ങി. ദൈവമക്കളെ, നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ ഒരു സാക്ഷ്യം കൂടെ പറയാം. എന്റെ പഠനമൊക്കെ അത് ഒത്തിരി ഉണ്ട് പറയാൻ, എന്നാൽ നഴ്സിംഗ് പഠനത്തിന് പോയതൊക്കെ വലിയ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഞാൻ +2 കഴിഞ്ഞു. ദൈവകൃപയാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ ഇടയായിത്തീർന്നു. അന്ന് എന്റെ മമ്മിയുടെ ഭവനക്കാരൊക്കെ പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ പിള്ളേരെ ഹല്ലേലൂയ മലയാളം മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഇവരെന്ത് കണ്ടിട്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നതൊക്കെ അന്ന് ചോദിച്ചു. അന്നും എനിക്ക് മനസ്സിലായില്ല എന്തിനാ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചു, എന്തിനാ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ ദൈവം തന്നത്. കാരണം എന്റെ ഉള്ളിൽ തന്ന ഒരു ആഗ്രഹമായിരുന്നല്ലോ, അത് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തല്ല, ദൈവം തന്ന ഒരു ആഗ്രഹമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് ഡിസൈഡ് ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ ഓർക്കും ഇത് ശരിയാണല്ലോ, ഇതെപ്പോഴാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കൂടി കയറിയത്. ദൈവം ചില ആഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിൽ ഇടും. എന്തിനാണെന്നറിയോ? അതിന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഞാൻ ഇന്ന് അമേരിക്കയിൽ വിവാഹിതയായി ഇരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാനുള്ള ഒരു ആഗ്രഹം ദൈവം എന്റെ ഹൃദയത്തിൽ തന്നത് എന്റെ ഭാവി കണ്ടിട്ടാണ്. എന്റെ ഭർത്താവ് മലയാളം സംസാരിക്കത്തില്ല, ഒരു വാക്ക് പോലും മലയാളത്തിൽ അറിയത്തില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ ഒരാൾക്ക് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണ്ടേ? അത്യാവശ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ടേ? അത്യാവശ്യമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ലാംഗ്വേജ് കപ്പാസിറ്റി വേണ്ടേ? അതിനുവേണ്ടി കർത്താവ് എന്നെ മുന്നമേ കണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളിൽ കൂടി കടത്തിവിട്ടു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു നിയോഗമുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വിളി ഉണ്ടെങ്കിൽ, അതിനുള്ള ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിന് പിൻപിലും അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിലിയേഴ്സ് ആയിരിക്കും, എക്സാമിൽ നേരിടുന്ന ഫെയിലിയേഴ്സ് ആയിരിക്കും, 1 എഴുതി 2 എഴുതി ഫെയിലിയേഴ്സ് ആയിരിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, അതൊരു പ്രിപ്പറേഷൻ ആ. ഫെയിലിയേഴ്സിന്റെ വേദന മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആഴമായി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് കുത്തുവാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് കുത്തുവാക്കുകളൊക്കെ വരും. അല്ലെങ്കിൽ ചിലത് ദൈവം അനുവദിക്കും. അല്ലെങ്കിൽ എന്തിനാ ചിലരെ കൊണ്ട് ദൈവം കുത്തുവാക്കുകൾ അനുവദിക്കുന്നറിയാവോ? എന്നാലേ നിങ്ങളുടെ ഹൃദയം തകരത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമ്മളെ കുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെ സപ്പോർട്ടീവ് ആയിരുന്ന ഭർത്താവ് ചിലപ്പോൾ കുത്തുമ്പോഴായിരിക്കും നമ്മുടെ ഹൃദയം ശരിക്കും തകരുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാൾ സപ്പോർട്ടീവ് ആയിരുന്ന നമ്മ അമ്മ കുത്തുമ്പോഴായിരിക്കും അത് ശരിയാണല്ലോ, നിന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എനിക്കും ചോദിക്കാനുണ്ട് എന്ന് ചോദിക്കുമ്പോഴായിരിക്കും എന്റെ ദൈവമേ, ഇനി മമ്മിയും കൂടെ ഉള്ളായിരുന്നു പറയാൻ, അമ്മയും പറഞ്ഞു, അപ്പനും പറഞ്ഞു, അല്ലെങ്കിൽ ഇനിയൊന്നും കേൾക്കാൻ ബാക്കിയില്ല, പറയേണ്ടവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് ചിന്തിച്ചായിരിക്കാം നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലരൊക്കെ കുത്താൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, അവർ കുത്തിയാലേ നിങ്ങളുടെ ഹൃദയം തകരത്തുള്ളൂ. വചനത്തിൽ തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ഒരു പെനീന, ഹന്നയുടെ ജീവിതത്തിൽ എന്തിനാ ദൈവം പെനീനായി വെച്ചെന്നറിയോ? പെനീന കുത്താടത്തോളത്തോളം ഹന്ന കംഫോർട്ടബിൾ ആയിട്ടിരിക്കും. ഹല്ലേലൂയ, ഹന്ന കംഫോർട്ടബിൾ ഇരിക്കുവാണ്. കാരണം അവർക്ക് അത്യാവശ്യം താലോലിക്കാനും അത്യാവശ്യം ഹല്ലേലൂയ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും പെനീനയുടെ കുഞ്ഞുങ്ങളുണ്ട്. അത്യാവശ്യം പെനീനായിക്കും അതൊരു ഹെൽപ്പാണ്. ഹല്ലേലൂയ. പിന്നെ അധികമായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട വിഷയമായിട്ടൊന്നും
ഹന്നായ്ക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ ഒരു സമയം ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെടേണ്ട സമയമായെന്ന് കാരണം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹന്നയുടെ ഗർഭത്തെ ദൈവമാണ് അടച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? പെനീനായുടെ ഹൃദയത്തോട് ഇടപെടുവാൻ തുടങ്ങി. ബൈബിളിൽ വചനത്തിൽ പലയിടത്ത് ഇടപെട്ടിട്ടുണ്ട്, ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്ന്. ഇതുപോലെ തന്നെ കർത്താവ് ദൈവം കഠിനപ്പെടുത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം പെനീനയുടെ ഹൃദയത്തോട് എന്ത് ചെയ്തു? ഇടപെട്ടു. ഹല്ലേലൂയ. അവിടെ നാവിനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. അവളെ ഒന്ന് കുത്താൻ തുടങ്ങി. അവള് കുത്തിയപ്പോൾ എന്ത് ചെയ്തു? ഹന്നായ്ക്ക് സഹിച്ചില്ല. വേറെ ആരും കുത്തുന്നത് പോലല്ല. ഹല്ലേലൂയ. സ്വന്തം ഭവനത്തില് ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ഷെൽട്ടറിന്റെ കീഴിൽ താമസിക്കുന്ന ഒരു കുത്തുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് കുറച്ചും കൂടെ നമ്മളെ അറിയാം. പുറത്തുനിന്ന് ഒരാൾ കുത്തിയാൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. എന്നാൽ ഒരു ഷെൽട്ടറിന്റെ കീഴിൽ തൊട്ടടുത്തിരിക്കുന്നവര് നമ്മളെ കുത്തുമ്പോൾ നമ്മൾ ഓർക്കും, ഇവർക്ക് നമ്മളെ അറിയാമല്ലോ, അറിഞ്ഞിട്ടും ഇവരെന്തിനാ കുത്തുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരു ഭരണി തകരുന്നത് പോലെ തകരണം. അല്ലെങ്കിൽ ദൈവമക്കളെ, ഞാൻ അങ്ങനെ തകർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കുത്തുവാക്കുകളുടെ മുമ്പിൽ തകർന്ന്, ഹല്ലേലൂയ, ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് കരയുക എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ വിവാഹം നടക്കാതിരുന്നപ്പോൾ എന്റെ മമ്മിയുടെ ഭവനക്കാര് ഞങ്ങളുടെ നേരെ കൈ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്റെ ഹൃദയം തകർന്നു. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പൊട്ടിച്ചെതറി എന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കവണ് വീണ് കരഞ്ഞു. അല്ലെങ്കിൽ ദൈവമക്കളെ, കവണ് വീണ് കരഞ്ഞ് എഴുന്നേറ്റ് 5 മണിയായപ്പോൾ ദൈവത്തിന്റെ മറുപടി അല്ലെങ്കിൽ എന്റെ കരങ്ങളിൽ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളോട് പറയുന്നത്, നിന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒറ്റ കാര്യം, ദൈവസന്നിധിയിൽ തകരുക. തകർന്ന് ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവരുടെ ഹൃദയത്തിന്റെ അടുക്കലേക്ക് കർത്താവ്. അതുകൊണ്ട് പറഞ്ഞ, ഹൃദയം നുറുങ്ങിയവർക്ക് അല്ലെങ്കിൽ യഹോവ സമീപസ്ഥൻ. അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എന്തുവാണ് ബ്രോക്കൺ? അതായത് ചെതറി കിടക്കുക. ഇനി അത് കൂട്ടി യോജിപ്പിക്കാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നോ രണ്ടായിട്ട് മുറിക്കപ്പെടുകയല്ല, തകർക്കപ്പെടുക. തകരുന്നതും മുറിക്കുന്നതും ഡിഫറന്റ് ആണ്. ഹല്ലേലൂയ. നമുക്കറിയാലോ, ഒരു ചില്ല് ഗ്ലാസ് അത് നിലത്ത് വീണ് തകർക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അത് ചെതറിക്കിടന്നാൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ആ തകർക്കപ്പെട്ടതിനകത്തേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിന്നെ കൂട്ടി യോജിപ്പിക്കുവാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. ആ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുത്തിവാക്കുകൾ വരുന്നു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനത്തെ പ്രതിസന്ധികൾ വരുന്നു? ചിലരെ കുത്താൻ ദൈവം നിന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുക. ചില മെതിവണ്ടികളെ നിങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്ന. അത് മാറിപ്പോവാൻ പ്രാർത്ഥിക്കേണ്ട. എന്തിനാണെന്നറിയാവോ? ആ മെതിവണ്ടി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ആ കുത്തുന്നവർ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നീ തകരത്തുള്ളൂ, നീ പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസന്നിധിയിൽ തകരുക, ദൈവസന്നിധിയിൽ പകരുക ഹൃദയത്തെ. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ. ഞാൻ നഴ്സിംഗിന് പോകാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത വ്യക്തിയല്ല. ഞാൻ പറഞ്ഞല്ലോ, മരുന്നെടുക്കാത്തത് കൊണ്ട് തന്നെ നഴ്സിംഗ് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യമേ അല്ല. എന്നാൽ ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചു. ഏത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, കർത്താവിനോട് ആലോചന ചോദിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് എടുത്തും ദൈവത്തിന്റെ ആലോചന ചോദിച്ചാണ്. അല്ലെങ്കിൽ 10ാം ക്ലാസ് +2 കഴിഞ്ഞ് കർത്താവ് എന്തിനു പോകണമെന്ന് ആലോചന ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ നഴ്സിംഗിന് പോകണമെന്ന്. അതൊരു വലിയ കാര്യമാണ്. കാരണം അതിന് തൊട്ട് മുമ്പ് ഞാൻ എന്റേതായ ഒരു തീരുമാനമൊക്കെ എടുത്തു. അല്ലെങ്കിൽ എനിക്കിഷ്ടം അല്ലെങ്കിൽ ടീച്ചിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ടീച്ചിങ്ങിന് പോകണം, എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു, കാരണം എന്നെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും പപ്പായ്ക്കും മമ്മിക്കും ഇല്ല. ഞാൻ പറഞ്ഞു, വീടോ വസ്തു ഒന്നുമില്ല, ലോൺ എടുക്കാൻ വകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വല്ല സാധാ ഡിഗ്രി എടുക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പപ്പായുടെ ഒരു കസിൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ ആംഗ്ലി വിളിച്ച് പറഞ്ഞു, പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലോ, ഒരു കാര്യം ഇങ്ങോട്ട് പോര്, എനിക്കൊരു സ്കൂളുണ്ട് ഇവിടെ, ആൽഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മധ്യപ്രദേശില്, ഇങ്ങോട്ട് പോര്, ഇവിടെ നിനക്ക് പഠിപ്പിക്കുകയും കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുകയും അതിനകത്ത് കിട്ടുന്ന സാലറി കൊണ്ട് നിനക്ക് ഡിഗ്രിയും ചെയ്യാം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു പറഞ്ഞു. അതൊക്കെ പ്രതീക്ഷിച്ച് സെപ്റ്റംബർ 30-ാം തീയതി 2007 സെപ്റ്റംബർ 30-ാം തീയതി ഇങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ശേഷം യാത്ര പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ദൈവദാസൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, മാവേലിക്കരയിലുള്ള കിടങ്ങന്നൂർ കുഞ്ഞോൻചാൻ എന്ന് പറയും, ഇപ്പോൾ കല്ലുമല സഭയുടെ മെയിൻ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ അല്ലെങ്കിൽ കല്ലുമല കുഞ്ഞോൻചാൻ, അല്ലെങ്കിൽ കിടങ്ങന്നൂർ കുഞ്ഞോൻചാൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. കിടങ്ങന്നൂർ കുഞ്ഞോൻചാന്റെ വീട്ടിൽ ചെന്നു, യാത്ര പറയാൻ വേണ്ടി ചെന്നപ്പോൾ കർത്താവിന്റെ ദാസൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി തെറ്റായ വഴിയാണ്. അല്ലെങ്കിൽ മോശയുടെ മുമ്പിൽ 2 വഴിയുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ നിനക്ക് മിസ്രൈമിലെ സുഖം അന്വേഷിക്കാം, ഇല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് കൂടെ കഷ്ടം അനുഭവിക്കാം. ഇതുപോലെ 2 വഴി. നിന്റെ മുമ്പിൽ ഒരു വഴിയുണ്ട്, ഇപ്പോൾ നിനക്ക് പോകുന്ന വഴിയെ പോകാം. എന്നാൽ രണ്ടാമത്തെ വഴി ഇച്ചിരി കഷ്ടതയും പ്രയാസമുള്ള വഴിയാണ്. എന്നാൽ ഞാൻ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നഴ്സിംഗിന് പോകണം. ഞാൻ ഒറ്റ കരച്ചില്, കാരണം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡാ. എന്റെ ആഗ്രഹം ടീച്ചിങ് ആണ്. കർത്താവ് എന്നോട് പറയുന്നു നഴ്സിംഗ് എടുക്കാൻ. ശരിയാ, ചില കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ നമ്മൾക്ക് അനിഷ്ടമായി തോന്നും. കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലത് അനിഷ്ടമാകും മക്കളെ. എന്നാൽ കർത്താവ് പറയുന്നത്, എനിക്കൊരു കാര്യം അറിയാം, എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞേ, ചില തീരുമാനങ്ങൾ നമ്മുടെ മുമ്പിൽ നോക്കി പരിശുദ്ധാത്മാ പറയുമ്പോൾ അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. നമുക്ക് ഒരു പരിചയമില്ലാത്ത ചില അനുഭവങ്ങൾ, ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ചില കുടുംബ സാഹചര്യങ്ങളിലേക്കായിരിക്കും കർത്താവ് കടത്തിവിടുന്നത്. കർത്താവ് പറയുന്നു, എന്റെ കൃപ നിനക്ക്
മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവമക്കളെ, അങ്ങനെ ഞാൻ നഴ്സിംഗിന് പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ ഒറ്റ കാര്യം അറിയത്തുള്ളൂ, ഉപവസിക്കുക, പ്രാർത്ഥിക്കും. മമ്മി പറഞ്ഞു 21 ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ ഉപവസിക്കാം. അങ്ങനെ ഞാനും പപ്പായും മമ്മി ഞങ്ങൾ 21 ദിവസം ഉപവസിക്കാൻ തീരുമാനമെടുത്തു. ഞാൻ ഉപവസിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ നഴ്സിംഗിന് പോകാൻ അങ്ങ് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് പറയുന്ന പോലെ ഞാൻ ചെയ്യാൻ അടിയനിതാ സമർപ്പിക്കുന്നു, എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തു തരണം. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ആ വചനം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ പഠിപ്പിക്കാൻ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ലോണിന് അപ്ലൈ ചെയ്യണം, ലോൺ കിട്ടത്തില്ല. മാനുഷികമായി നോക്കുക ലോൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് വെറുതെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല, സേവ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ബാങ്കിൽ ചുമ്മാ ഒന്ന് അപ്പൊ ഞാൻ പപ്പ പറഞ്ഞു മണർകാടുള്ള SBT ബാങ്കിൽ പോവാം. അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മണർകാട് ജംഗ്ഷനുള്ള ആ സ്റ്റേറ്റ് ബാങ്കിൽ ചെന്നു. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി പിള്ളേരൊക്കെ ഈ പഠനം ഇത് എക്സാം കഴിഞ്ഞൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ നഴ്സിംഗിനൊക്കെ പോകാനും ഒക്കെ ലോൺ എടുക്കാൻ വന്നിരിപ്പുണ്ട്. ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് ഒരു ടോക്കൺ നമ്പർ തന്നു, ഞങ്ങളും അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഒരു സഹോദരി കടന്നുപോയി ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് പറഞ്ഞു, ഓ ഇവിടുന്ന് ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല, അവിടെ ഇരിക്കുന്ന ആള് വളരെ ക്രൂരനായ ഒരു മനുഷ്യനാ, ഒന്ന് സമാധാനത്തോടെ സംസാരിക്കത്തു പോലും ഇല്ല, അദ്ദേഹത്തിന് ഫ്രണ്ടിൽ ഇരിക്കാൻ പോലും ഭയങ്കര എന്തുവാണോ വല്ല എനിക്കൊന്ന്. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ട് പോകുന്ന ഇങ്ങനെയാണ്, എന്തോ വീട്ടിൽ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്, വരുന്നവരോടൊക്കെ ദേഷ്യപ്പെട്ട അയാൾ ഇരിക്കുന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ പപ്പ എന്നോട് പറഞ്ഞു, എന്നാ നമുക്ക് പോയാലോ, വെറുതെ എന്തിനാ മൂട് കളയുന്നത്. ഞാൻ പറഞ്ഞു, പപ്പ അല്ല, വന്നതല്ലേ പ്രാർത്ഥിക്കാം. അപ്പൊ മമ്മി ഇറങ്ങാൻ നേരത്തെ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മോനെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിന്റെ സന്നിധി പ്രാർത്ഥനയോട്, നീ അവിടെ ഇരുന്ന് വേറെ ഒന്നും ചിന്തിക്കണം, നീ അവിടെ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കേണ്ട ഇതാണ്, കർത്താവ് എനിക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കണം, എന്റെ മുമ്പുള്ള വഴിയെ നീ നിരപ്പാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എനിക്ക് മുമ്പ് തന്റെ ദൂതനെ അയക്കണമേ, ആ സാറിന്റെ റൂമിലേക്ക് തന്റെ ദൂതനെ അയക്കണേ, ആ സാറിന്റെ റൂമിലേക്ക് തന്റെ ദൂതനെ അയക്കണം. ഇത് മാത്രമേ എനിക്കറിയൂ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പപ്പ ഇത് പറയുന്നൊന്നും ഞാൻ ശ്രദ്ധിക്കും. പിന്നെ പപ്പ പറഞ്ഞു, ഞാൻ പറഞ്ഞു പപ്പ ഇല്ല, ദൂതൻ ഇറങ്ങും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പോയി എന്റെ ടോക്കൺ നമ്പർ വിളിച്ചു. ഞാൻ കയറി ചെന്നു. കയറി ചെന്നിട്ട് എന്നോട് ചോദിച്ചു, ലോണിനാണോ? ഞാൻ പറഞ്ഞു അതെ ലോണിനാ. അല്ലെങ്കിൽ ഞാൻ എന്റെ പേപ്പേഴ്സ് എല്ലാം അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം തന്നെ അങ്ങനെ, ലോണിനാണോ? അതെ. പേടിച്ച് നമ്മൾ പറഞ്ഞു ലോണിനാണ്. പക്ഷെ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ നിന്റെ ദൂതൻ ഇറങ്ങണം, നിന്റെ ദൂതൻ ഇറങ്ങണം, നിന്റെ ദൂതൻ ഇറങ്ങണം, കല്ലായ ഹൃദയത്തെ ഉരുക്കണം. അല്ലെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ്സ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു +2 അല്ലേ, അപ്പൊ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ പേര് കണ്ടു. അപ്പൊ ഞാൻ പറയാം, എന്റെ പേര് അക്സ എന്നാണ്, എന്നാൽ എന്റെ സ്പെല്ലിംഗ് AXA എന്നാണ്. ആദ്യമായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു പേര് കാണുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് എന്ത് പേരാ? ഞാൻ പറഞ്ഞു അക്സ. എന്തുവാ അക്സ? ഇത് എവിടെ നിന്ന് കിട്ടിയ പേരാ? വല്ല ഫോറിൻ നെയിമാണ്? ഞാൻ പറഞ്ഞല്ല, ബൈബിളിലെ പേരാണ്. അപ്പൊ അദ്ദേഹം ഒരു നായരാണ്, അല്ലെങ്കിൽ നല്ല കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഒരു നായരും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ദൈവമേ ഹിന്ദു ആണല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരു സങ്കടമൊക്കെ തോന്നും, കാരണം ഹിന്ദുക്കളാകുമ്പോൾ നമുക്കൊരു ടെൻഷനാ, കർത്താവ് ഇവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, കാരണം പ്രത്യേകിച്ച് നമ്മൾ ആഭരണമൊക്കെ ഇടാത്ത ദൈവമക്കൾ അതുകൊണ്ട്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, നല്ല പേരാണല്ലോ, ഇത് എവിടുന്ന? അപ്പൊ ഞാൻ പറഞ്ഞു ബൈബിളിൽ നിന്ന്. ഞാൻ ബൈബിൾ വായിക്കുന്ന ഒരു മനുഷ്യനാണ്, പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പേര് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് സന്തോഷമായി, കർത്താവ് ദൂതൻ ഇടപെടാൻ തുടങ്ങി, ദൂതൻ ഹൃദയത്തോട് ഇടപെടാൻ തുടങ്ങി, സന്തോഷമായി. അപ്പൊ എന്നോട് പറഞ്ഞു ഇരുന്നേ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ഡ്രോയോ തുറന്ന് എന്റെ ഒരു ബൈബിൾ എടുത്തു തന്നു, വലിയൊരു ബൈബിൾ. ഞാൻ ആ ബൈബിൾ എടുത്തു പറഞ്ഞു പേര് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് യോശുവയുടെ പുസ്തകം എടുത്ത് 15-ാം അധ്യായം എടുത്ത് പേരെടുത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലോട്ട് കൊടുത്തു. അദ്ദേഹം പറയാം ഒരു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും. അദ്ദേഹം വായിക്കുമോ? ഞാൻ ഓർത്ത് കർത്താവ് ഇത് എന്തൊരവസ്ഥ, ബാങ്കിൽ വന്നിരിക്കുക ലോണിന്, അദ്ദേഹം ഇത് ബൈബിൾ വായിക്കും. അദ്ദേഹം ബൈബിൾ എല്ലാം വായിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു, ഇതെന്തോ എനിക്കൊന്നും മനസ്സിലായില്ല ഈ വചനത്തിൽ നിന്ന്. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, അത് ഇത്രയുമേ ഉള്ളൂ, യോശുവയും കാലേബും. അത് പപ്പ ഒരു ഷോർട്ട് ആയിട്ട് കഥ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അക്സ എന്ന് പറയുന്ന മോള്, അല്ലെങ്കിൽ ഈ കോണ്ടസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അക്സ, അല്ലെങ്കിൽ കാലേബിന്റെ മകളാണ്, അവൾ അവകാശം അപ്പനോട് ചോദിച്ചു വാങ്ങിയവളാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് പപ്പാടിച്ചു, ശരിക്കും ഈ മോളും അങ്ങനെ തന്നെയാണോ? അപ്പനോട് അവകാശമൊക്കെ ചോദിക്കാറുണ്ട്. പെട്ടെന്ന് എന്റെ പപ്പ പറഞ്ഞു, സത്യം പറഞ്ഞ ഇന്ന് വരെ ഇവൾ എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടില്ല, അവൾ അവിടെ സ്വർഗത്തിലെ അപ്പനോടാണ് എല്ലാം ചോദിച്ചിട്ടുള്ളത്, ഇതുവരെ അവൾ എന്നോട് ഒരു ആവശ്യം പോലും പറഞ്ഞില്ല. ഇത് കേട്ടപ്പോഴത്തേന് ആ പുള്ളിക്കാരൻ ചോദിച്ചു, ഈ അപ്പനോടൊന്നും ചോദിക്കത്തില്ല? ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ, പിന്നെ ആരോടാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു എന്റെ സ്വർഗത്തിലെ അപ്പനോട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെങ്ങനെയാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല, അപ്പനോട് ഞാൻ ചോദിക്കും, എന്ത് കാര്യം, എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാം തന്നിട്ടുണ്ട്. ആഹാ ഓക്കെ, അപ്പം എല്ലാം തരും ഉറപ്പാണ്? ഞാൻ പറഞ്ഞു എല്ലാം തരും ഉറപ്പാ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എന്നോട് ചോദിച്ചു എന്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ചെറിയ 2 ടെസ്റ്റ് മണി അവിടെ നിന്ന് പറഞ്ഞു. അദ്ദേഹം കേട്ടു, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഉടനെ അവിടെ വന്ന് ക്ലർക്കിനോട് പറഞ്ഞു 2 ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ചായ തന്നു, ഞങ്ങളോട് സംസാരം തുടങ്ങി. സംസാരം എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം കഴിഞ്ഞു. ലോൺ വന്നാണ്, നഴ്സിംഗിന് പോകണം, ഇതൊക്കെ ദൈവാലോചന എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഓക്കെ അപ്പം വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് തരാം. അതേ ഒരു പേപ്പറിൽ എടുത്ത് പറഞ്ഞു, വീടിന്റെ ആധാരം, കരമടച്ച രസീത്, ഫോട്ടോഗ്രാഫി എല്ലാം പറഞ്ഞു. ഞാൻ ആദ്യം അദ്ദേഹത്തിന് ഈ ലിസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു, സാറേ ഞാനൊരു കാര്യം പറഞ്ഞു, സാറ് ദേഷ്യപ്പെടുവോ? അപ്പൊ പറഞ്ഞു ഓ ഇല്ല. മോള് പറഞ്ഞു, അപ്പത്തിന് ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ 3 കാര്യങ്ങളില്ല. എന്തൊക്കെ? വീടിന്റെ ആധാരമില്ല, കരമടച്ച രസീതില്ല. അപ്പൊ അദ്ദേഹം ഇതില്ലാതെ എങ്ങനെ ഞാൻ ലോൺ തരും? ഇതാണല്ലോ മെയിൻ, ബാക്കിയൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും കിട്ടും, ഇത് രണ്ടും ഇല്ലാതെ ഞാൻ എങ്ങനെ ലോൺ തരും? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞു കർത്താവ് നഴ്സിംഗിന് പോകാൻ പറഞ്ഞു, ഞാൻ നഴ്സിംഗിന് പോവാണ്, കർത്താവ് ലോൺ തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്ന. അപ്പൊ കർത്താവ് ലോൺ തരുമെന്ന് അത്രയ്ക്ക് ഉറപ്പാണ്, ഞാൻ വേണം ഇവിടുന്ന് ലോൺ സാങ്ഷൻ ചെയ്യാൻ, എനിക്കും കൂടെ തോന്നണ്ടേ? ഞാൻ പറഞ്ഞു അത് കർത്താവ് തോന്നിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു ഓക്കെ, പക്ഷെ ലോണിന് എന്തെങ്കിലും ഈട് വെക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ
അത്രയ്ക്ക് നിങ്ങളെ അറിയാവുന്നവരും അത്യാവശ്യം ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി അതിന് അപേക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അതിന് സെക്കൻഡ് ആയിട്ട് നിൽക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, അതുമില്ല, ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന ആകെ ദൈവം മാത്രമാണ്. അദ്ദേഹം ഭയങ്കര അടിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒന്ന് പോയി ഞാൻ മെയിൻ ഓഫീസേഴ്സുമായിട്ട് സംസാരിക്കട്ടെ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ നമ്പർ മേടിച്ചു, പപ്പായുടെ നമ്പർ മേടിച്ചു. ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. ദൈവമക്കളെ, ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. രാത്രി മൊത്തം ഇരുന്ന് ഞാനും മമ്മിയും കരം കോർത്ത് പിടിച്ച് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നറിയോ, അന്യഭാഷയില് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആത്മാവിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ, പപ്പായുടെ ഫോണെ വന്നു. പപ്പ എടുത്തിട്ട് ചോദിച്ചു, പറഞ്ഞു പെട്ടെന്ന് ബാങ്കിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം പറയാണ്, എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെ വണ്ടി ഇവിടുന്ന് ഓടിച്ചു പോകുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാം ഈ കൊച്ചിന്റെ മുഖം എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറുന്നില്ല. ഇവള് പറഞ്ഞ കഥകള്, ഇവള് പറഞ്ഞ അനുഭവങ്ങൾ, ഞാൻ ഇങ്ങനത്തെ ഒരു കൊച്ചിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എനിക്ക് ബൈബിൾ ഇത്രയും നാളെ ഞാൻ ഈ ഗ്രന്ഥം എന്താണെന്നറിയാൻ വേണ്ടി വായിച്ചതാ. എന്നാൽ ഇന്നലെ ഞാൻ പോയിരുന്നിട്ട് ആ യോശുവയുടെ പുസ്തകം മൊത്തം വായിച്ചു. ആ ദൈവം വലിയ ദൈവമാകട്ടോ. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആ കൊച്ചിനോട് തോന്നി. ഹല്ലേലൂയ. ഒരു കാര്യമേ ഉള്ളൂ സങ്കടം, ഈ ലോൺ എങ്ങനെ തരുമോ എന്നുള്ള സങ്കടം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ കാര്യത്തിലേക്ക് കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി, ഞാൻ ഇവക്ക് ലോൺ കൊടുക്കാം, എന്റെ ഗ്യാരണ്ടിയിൽ ഞാൻ ഇവക്ക് വേണ്ടി ഹല്ലേലൂയ നിൽക്കാം. അല്ലെങ്കിൽ എന്റെ പേര് ഞാൻ ഇവക്ക് ലോൺ കൊടുക്കാം. ആധാരം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ സൈൻ ചെയ്ത ഇവക്ക് ലോൺ കിട്ടും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കാൻ തുടങ്ങി. കാരണം ഈ മനുഷ്യനെ ഞങ്ങൾക്ക് മുമ്പ് അറിയത്തില്ല. അല്ലെ ഇന്നലെ സംസാരിച്ച ഒരു 10-15 മിനിറ്റിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെ അദ്ദേഹം ലോൺ തരും? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ നിനക്ക് ലോൺ തരാം. അങ്ങനെയാണ് ദൈവമക്കളെ എനിക്ക് ലോൺ ലഭിച്ചത്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാൻ പറയുന്നു. ഹല്ലേലൂയ. നിന്റെ ചുറ്റുമുള്ളവർക്ക് നിന്നോട് മനസ്സലിവ് തോന്നാതിരിക്കുമ്പോൾ കർത്താവ് വിചാരിച്ചാൽ രാജാവിന്റെ മനസ്സിനെ അല്ലെങ്കിൽ നീർത്തോട് കണക്കെ നിനക്ക് ഇഷ്ടം, ആ കർത്താവിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്ന ഒരു വചനത്തിനുണ്ടല്ലോ. ഞാനൊരു കാര്യം വിട്ടെ, വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനത്തിനും ഹല്ലേലൂയ അത് അർത്ഥമല്ലാത്തതല്ല, അതിനൊക്കെ വലിയ അർത്ഥമാണ്. രാജാവിന്റെ ഹൃദയത്തെ ഹല്ലേലൂയ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഇങ്ങനെ തിരിക്കുന്നു. അവസാനമായി ഒരു അനുഭവം കൂടെ പറഞ്ഞ ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ, എന്റെ സമയം ഇവിടെ തീരുന്നല്ലോ. ഹല്ലേലൂയ. എന്റെ ലോണിന്റെ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ലോണൊക്കെ കിട്ടി. ഹല്ലേലൂയ. 4 വർഷവും ലോണൊക്കെ അടച്ചു, പഠിത്തമൊക്കെ കഴിഞ്ഞു. എന്നാൽ ഹല്ലേലൂയ പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആഗ്രഹം ടീച്ചർ ആകാനായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ ദൈവസന്നിധി പഠിത്തം കഴിയുന്ന സെപ്റ്റംബർ 10-ാം തീയതി 3-ാം തീയതി എന്റെ പഠനം കംപ്ലീറ്റ് പൂർത്തീകരിച്ച് കോഴ്സ് കംപ്ലീഷൻ ഒക്കെ കിട്ടി. ഞാൻ ആ കോളേജിന്റെ വാതിൽക്ക് നിൽക്കുക, കർത്താവേ ഇനി എന്ത് എന്നുള്ള ചോദ്യം. എന്റെ കൂടെയുള്ളവർക്കൊക്കെ ജോലി, അവരൊക്കെ പലയിടത്ത് ഇന്റർവ്യൂവിനൊക്കെ അപ്ലൈ ചെയ്തു. എനിക്ക് ഇന്റർവ്യൂ ഒന്നും ആയില്ല. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അന്ന് രാവിലെ സമയം, ഞാൻ രാവിലെ മോർണിംഗ് ഡിവോഷൻ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ വചനം തുറന്നു. ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ശരിക്കും കർത്താവിന്റെ ശബ്ദം എന്റെ കാതുകളിൽ കേട്ടത്. ഞാൻ കർത്താവിനോട് ചോദിച്ചതാണ്, കർത്താവേ എല്ലാവരും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തു പോവാ, ഞാനും പോണം. ഇനി എവിടെയാ? ഞാൻ നാട്ടിൽ പോണോ, ഇവിടെ നിൽക്കണോ? എന്റെ എന്തോ അടുത്ത സ്റ്റെപ്പ് എന്തോ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണോ? പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞ വചനം ഇതാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. ഇങ്ങനെ പറഞ്ഞേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും. എന്റെ ആഗ്രഹം എന്താ? പഠിപ്പിക്കണോന്നുള്ളതായിരുന്നു. എന്നാൽ അതെന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞപ്പോൾ ഞാൻ അത് അന്നേ മറന്നു. കാരണം എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. എന്നാൽ ദൈവമക്കളെ, ഞാൻ പഠിച്ചു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കോഴ്സ് കംപ്ലീഷൻ കിട്ടി. അന്ന് ഞങ്ങളുടെ പൈസ പേ ചെയ്ത് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, 10-ാം ക്ലാസ്സിന്റെ പ്ലസ് 2 സർട്ടിഫിക്കറ്റ്സ് മൊത്തം മേടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ കോളേജ്, ഞങ്ങളുടെ ഹോസ്റ്റലും കോളേജും അടുത്തടുത്താണ്. ഞാൻ പ്രിൻസിപ്പൽ മാഡത്തിന്റെ ക്യാബിന്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നോട്ടീസ് ബോർഡിലേക്ക് ഒരു ഞങ്ങളുടെ അവിടുത്തെ പിയൂൺ വന്നു, ഒരു നോട്ടീസ് ഇടുന്നു. നോട്ടീസ് ഇതാണ്, പുതിയ ട്യൂട്ടേഴ്സിനെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ 4th ഇയർ കഴിഞ്ഞ് ന്യൂ ഫ്രഷേഴ്സ് ബാച്ചിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. രാവിലെ പരിശുദ്ധാത്മ ഓൾറെഡി എന്നോട് പറഞ്ഞല്ലോ, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നിനക്ക് തരുമെന്ന്. ഞാൻ ഓടിച്ചെന്ന് പ്രിൻസിപ്പൽ മാഡത്തോട് ചോദിച്ചു, മാഡം എനിക്ക് ആഗ്രഹമുണ്ട്, അപ്ലൈ ചെയ്യട്ടെ? മാഡം പറഞ്ഞു ഓഫ് കോഴ്സ്. ഒരു കാര്യം ചെയ്യും, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ജൂനിയേഴ്സിനെ വിളിക്കുന്നുണ്ട്, ഒരു സ്മോൾ ക്ലാസ് എടുക്കണം, പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പ്രിപ്പയർ ചെയ്തു. ദൈവമക്കളെ, ഞങ്ങൾ 5 പേര് അതിന് അപ്ലൈ ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാല് എനിക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടി. എനിക്ക്, അതായത് എന്റെ കൂടെ ഉള്ളവരൊക്കെ ജോലിക്ക് സെർച്ച് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം ആ കോളേജിൽ ജൂനിയേഴ്സിനെ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് കയറുവാൻ ദൈവാത്മാവ് ഇടയാക്കി തരും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഹല്ലേലൂയ, നമ്മൾ കർത്താവിന്റെ കാര്യം അനുസരിച്ചാൽ ഹല്ലേലൂയ ഇങ്ങനെ എന്തോ പറയുന്നേ, നമ്മൾ പറയുന്ന പോലെ സെർച്ച് ചെയ്യേണ്ടി ഒന്നും വരത്തില്ല. കർത്താവ് തക്ക സമയത്ത് സെപ്റ്റംബർ 3-ാം തീയതി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 5-ാം തീയതി കറക്റ്റ് ഞാൻ പഠിപ്പിക്കുവാൻ കയറുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി വെറും 4000 രൂപയാണ്. അപ്പൊ ബാങ്കിന്റെ ഇതനുസരിച്ച് ഞാൻ മാസം ഒരു 10,000 രൂപ വെച്ചെങ്കിലും അടച്ചാലേ എനിക്ക് 3,15,000 രൂപയാണ് എന്റെ ലോൺ സാങ്ഷൻ ആയി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇൻട്രസ്റ്റും എല്ലാം അടയ്ക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു 10,000 രൂപ വെച്ചെങ്കിലും അടച്ചു തുടങ്ങിയാലേ എനിക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അടയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. കാരണം 4,000 രൂപയാണ് എന്റെ
കൈ കിട്ടുന്നത്. അതിനകത്ത് 3000 രൂപ എന്റെ വീടിന്റെ വാടക. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഇന്നും വാടകയ്ക്കാണ് താമസിക്കുന്നത്. 3000 രൂപ വീടിന് വാടക, ദശാംശവും കൊടുത്ത് വീടിന്റെ വാടകയും കൊടുത്തു കഴിയുമ്പോൾ എന്റെ കയ്യിൽ ആകെയുള്ളത് 100 രൂപയാണ്. അതുകൊണ്ട് അതിനകത്തുനിന്ന് എങ്ങനെ ലോൺ അടയ്ക്കും? അതുകൊണ്ട് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവ് ഞാൻ എങ്ങനെ ലോൺ അടയ്ക്കും? കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പോൾ എനിക്ക് ഈ വചനം ഭയങ്കര പവറാ. കാരണം ഏത് സമയത്ത് നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് ധൈര്യം നൽകി തരും. ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം, ഷോർട്ടാക്കി ഞാൻ പറയുകയാണ് പെട്ടെന്ന്. ഹല്ലേലൂയ. എന്റെ ലോണിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2011 എന്റെ കോഴ്സ് കഴിഞ്ഞ് 12 13 14 അങ്ങനെ 2012 ഞാനിങ്ങനെ ലോണിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഒരു ദിവസം എനിക്ക് നോട്ടീസ് വന്നു, എത്രയും പെട്ടെന്ന് ഇൻട്രസ്റ്റ് അടയ്ക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ 25,000 രൂപ ഇൻട്രസ്റ്റ് അടയ്ക്കണം. 25,000 രൂപ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. പെട്ടെന്ന് നിന്ന് വരുന്നു, തിങ്കളാഴ്ച അടയ്ക്കണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഇത് നോട്ടീസ് കൈ കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മമ്മി പറഞ്ഞു, നാളെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ മുമ്പിൽ അറിയാവുന്ന ഉപവാസവും പ്രാർത്ഥനയാണ്. വെള്ളം പോലും കുടിക്കാതെ ശനിയാഴ്ച ദിവസം രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ ഞങ്ങൾ പപ്പായും ഞാനും മമ്മിയും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെള്ളം പോലും കുടിക്കാതെ ദിവസത്തിൽ കരയുവാനിടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ശനിയാഴ്ച രാത്രി ഞങ്ങളുടെ ചർച്ചയിൽ കാത്തിരിപ്പ് യോഗമുണ്ട്. കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി പപ്പായും മമ്മി ഞാനും കടന്നു പോകുന്ന സമയത്ത് എന്റെ മമ്മിയുടെ ഒരു അമ്മാച്ചന്റെ മകള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി മാത്രമേ കർത്താവിനെ അറിഞ്ഞ് പെന്തിക്കോസിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആന്റി വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നമ്മ സിസ്റ്റർ ഒന്ന് വീട്ടിൽ വരെ വരുമോ എന്ന് ചോദിച്ചു. മമ്മി വീട്ടിൽ ചെന്നു. ഞാനും പപ്പായും ചർച്ചയിൽ പോയി. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. മമ്മി പറഞ്ഞു, എന്നെ സൂസൻ വിളിച്ചറിഞ്ഞ് സൂസന്റെ അടുക്ക പോയി. സൂസന്റെ അടുക്ക പോയി തിരിച്ചു വന്നപ്പോഴേ കയ്യിലൊരു പൊതി തന്നു. എന്താന്ന് ഞാൻ നോക്കിയില്ല. പപ്പ പറഞ്ഞു, എന്തുമായിരിക്കും, ചോക്ലേറ്റ് വല്ലായിരിക്കും, ഗൾഫിൽ നിന്ന് വന്നല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ ഒരു കുഞ്ഞു പാക്കറ്റാ. മമ്മി ഓർത്ത് ഒരു ചോക്ലേറ്റ് ആയിരിക്കും, കാരണം ഒരു കുഞ്ഞൊരു പൊതിയാ. അപ്പൊ പെട്ടെന്ന് വന്ന് തുറന്നു നോക്കിയപ്പോ അതിനകത്തൊരു സ്വർണ്ണ ഗോൾഡ് ലോക്കറ്റാ. അപ്പൊ മമ്മി ചോദിച്ചു, ദൈവമേ, ഈ സൂസൻ എന്നെ അബദ്ധം പറ്റി, ഞാൻ സ്വർണ്ണം ഉപേക്ഷിച്ചാന്ന് സൂസൻ അറിയാലോ, പിന്നെ എന്തിനാ ഈ സൂസൻ എനിക്കൊരു സ്വർണ്ണ ലോക്കറ്റ് തന്നത്? അപ്പം മമ്മി സൂസൻ ആന്റിയെ വിളിച്ച് പറഞ്ഞു, അമ്മാമ്മേ, എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, വന്നതൊക്കെ എല്ലാവർക്കും കൊടുത്തു. പക്ഷെ അമ്മാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എനിക്ക് വേണ്ടി നിന്നതും എനിക്ക് മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നതാ, ഒന്നും തോന്നണ്ട എന്ന് പറഞ്ഞ് ഈ നന്മ ഈ ലോക്കറ്റ് കൈ തന്നു. അപ്പം ഞായറാഴ്ചയായി. തിങ്കളാഴ്ച രാവിലെ 10 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് പൈസ അടയ്ക്കണം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ മണർകാട്ട് കവലെ ബാങ്കിന്റെ അടുത്ത് തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. ആ യാക്കോബക്കാർ കൂടുന്ന ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ എന്റെ മമ്മി എപ്പോഴും വചനം ശുശ്രൂഷിക്കും. അതുകൊണ്ട് ആ കൂട്ടായ്മയിലേക്ക് മമ്മി കടന്നുപോയി. അപ്പോഴത്തേന് മമ്മി എന്ത് ചെയ്തു, ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് ആ വീട്ടിലെ അമ്മച്ചി, അല്ലെങ്കിൽ അമ്മച്ചിയോട് ഈ കാര്യം പറഞ്ഞു. എന്റെ അമ്മച്ചി അല്ലെങ്കിൽ ബോർമ, അവർക്ക് വലിയ ബേക്കറി ഒക്കെ ഉണ്ട്. അപ്പൊ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇത് കണ്ടോ, ഇന്നലെ എനിക്കൊരു സ്വർണ്ണ ലോക്കറ്റ്, എനിക്ക് ഇതിന്റെ ആവശ്യം വേണം. അമ്മച്ചി എടുത്തു, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, കാരണം ഇതിനെ കൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഒന്ന് കാണിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് സൗദിയിലെ സ്വർണ്ണം, നല്ല ഒറിജിനൽ ലോക്കറ്റാ പൊന്നമ്മേ, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല, നല്ല ലോക്കറ്റാ, ഇത് എനിക്ക് തന്നില്ല, ഇതിന്റെ പൈസ ഞാൻ തന്നേക്കാം. അപ്പൊ മമ്മി പറഞ്ഞു, എടുത്തു, ഞങ്ങൾക്ക് ഇത് വേണ്ട. അപ്പൊ മമ്മി എന്ത് ചെയ്തു, പെട്ടെന്ന് അമ്മച്ചിയുടെ മരുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ജസ്റ്റ് ഒരു ചെറിയ കവലയാണ്, ഒരു ജ്വല്ലറി ഉണ്ട്, ഇവിടെ പോയി ഇത് എത്ര രൂപയുടെ മുതലുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പൊ താഴെ ചെന്ന് നോക്കിയപ്പോ അത് നല്ല വിലയുള്ള ലോക്കറ്റാണ്. അവര് പറഞ്ഞു, ഇന്നത്തെ വില, ഇന്നലെ വിലക്കുറവായിരുന്നു സ്വർണത്തിന്, ഇന്നത്തെ വില അനുസരിച്ച് ഇതിന് 25,000 രൂപ വില വരുമെന്ന്. എത്രയാ ദൈവമക്കളെ? 25,000 രൂപ. എനിക്ക് അടയ്ക്കേണ്ടത് 25,000 രൂപ. ദൈവമക്കളെ, തിരിച്ചു കയറി വന്ന് അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, പെട്ടെന്ന് ബാങ്കിൽ പോയി. ഏതാ? എനിക്ക് അടയ്ക്കേണ്ട ബാങ്കിൽ തന്നെ അവർക്കും അക്കൗണ്ട്. ആ ബാങ്കിൽ നിന്ന് 25,000 രൂപ എടുക്കുന്നു, ഞങ്ങളുടെ തരുന്നു. പപ്പായെ ഞാൻ പെട്ടെന്ന് വിളിച്ചു. പപ്പ വന്ന് പൈസ അടച്ചു, 25,000 രൂപ അടച്ചു. പിന്നീടുള്ള വർഷം, 1.5 വർഷം 2 വർഷം ഞാൻ വീണ്ടും ഇൻട്രസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. പലപ്പോഴായി നോട്ടീസ് വന്നു, പക്ഷെ പ്രാർത്ഥിച്ചതിനൊന്നും മറുപടി കിട്ടിയില്ല. ഞാൻ പറയാൻ വന്ന കാര്യം കേട്ടോണേ. ഒന്നിന് നമ്മൾ പ്രാർത്ഥിക്കും, മറുപടി കിട്ടും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടത്തില്ല. അതിന്റെ കാരണം, ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് പെട്ടെന്ന് മറുപടി തരും. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ദൈവം മറുപടി തന്നു. ചില വിഷയങ്ങൾ കർത്താവ് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ. അന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കർത്താവ് പറഞ്ഞു വെയിറ്റ് ചെയ്യാനാ. ഞാൻ ഓർത്ത്, കർത്താവ് ഇത് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കർത്താവ് ലോൺ അപ്പൊ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കൂടുക, ഇൻട്രസ്റ്റ് അടയ്ക്കാതിരിക്കും തോറും ഇത് തുക കൂടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ അറിഞ്ഞു, ഓൾമോസ്റ്റ് എനിക്ക് 5 ലക്ഷം രൂപ അടയ്ക്കാറായി. കാരണം ഒറ്റ 3 വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആകെ 25,000 അല്ലാതെ വേറെ ഒന്നും നമ്മൾ അടച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, പക്ഷെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എന്നും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും, കർത്താവ് ലോൺ അടച്ചു തീർക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവമക്കളെ, ഉമ്മൻചാണ്ടി സർക്കാർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ പത്രവാർത്ത വരുന്നു. പപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ, ഉമ്മൻചാണ്ടി സർക്കാർ ആണല്ലോ ഇപ്പം അധികാരത്തിലിരിക്കുന്നത്, അദ്ദേഹം എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് എല്ലാം എഴുതി തള്ളുക, പെട്ടെന്ന് മോൻ ഫോം ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമക്കളെ, ഞാൻ നോക്കിയപ്പോൾ റൂൾ എന്താണെന്നറിയോ, 2006 ഹല്ലേലൂയ സെപ്റ്റംബർ തൊട്ട് ലോൺ എടുത്തവരുടെ എല്ലാ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് ഗവൺമെന്റ് എഴുതി തള്ളുന്നു. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഹല്ലേലൂയ, പെട്ടെന്ന് പപ്പായെ കൊണ്ട് കളക്ട്രേറ്റിൽ കൊണ്ടുപോയി. കളക്ട്രേറ്റ് ചെന്നപ്പോഴത്തേനും എന്ത് ചെയ്തു, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ലോണിന്റെ എന്റെ ഓൾമോസ്റ്റ് 1.25 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഗവൺമെന്റ് എഴുതി തള്ളി. അതുകൊണ്ടാണ് കർത്താവ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി മുഷിച്ചിലൊക്കെ തോന്നി. നമ്മൾ ഭയങ്കര ആവലാതി, അയ്യോ ബാങ്കിലെ ലോൺ കൂടുന്നു, ഇൻട്രസ്റ്റ് കൂടുന്നു, നമ്മൾ ആവലാതി കൊണ്ട് നമ്മുടെ എന്താ പറഞ്ഞേ, നമ്മുടെ BP ഒക്കെ കൂടും അല്ലേ. പക്ഷെ കർത്താവ് അവിടെ കൂളായിട്ടിരുന്ന് പറയാം, വെയിറ്റ്, ഞാൻ ഇവിടെ ഉണ്ട്,
നീ ടെൻഷൻ അടിക്കാതെ, ഞാനല്ലേ നിനക്ക് ലോൺ തുറന്നു തന്നത്, ഞാനല്ലേ നിനക്ക് വേണ്ടി വഴി തുറന്നത്, നിനക്കൊന്ന് വെയിറ്റ് ചെയ്യാവോ പേഷ്യൻസ് ആയിട്ട്. ഹല്ലേലൂയ. അബ്രഹാം അതുപോലല്ലേ വെയിറ്റ് ചെയ്തത്. അവൻ ഹല്ലേലൂയ, അവൻ അറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാ. ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ, ഉറയ്ക്ക്, അവൻ എന്റെ ഉപനിധി. ഹല്ലേലൂയ. അവൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. നമ്മൾ ധൃതി പിടിച്ചിരുന്ന എന്ത് ചെയ്താൽ, എന്റെ കൂടെ ഉള്ളവരൊക്കെ ഒത്തിരി പേര് ലോൺ അടച്ചു. അവര് പറയാ, ശേ അടക്കണ്ടായിരുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ അടച്ചു, 25,000 അടച്ചു. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ചെങ്കിലും തുക അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അറ്റ്ലീസ്റ്റ് ഒരു 5,000 എങ്കിലും. ആ ദൈവകൃപയെ നമ്മൾ 25,000 അടച്ചു. അത് ദൈവത്തിന്റെ നിയോഗമായിരുന്നു. എന്നാൽ അതിനുശേഷം എന്ത് ചെയ്തു, അടച്ചില്ല, വെയിറ്റ് ചെയ്തു, മൊത്തം ഇൻട്രസ്റ്റ് എഴുതി തള്ളി. പിന്നെ ഉള്ളത് എന്താ, മുതല്. അതിനുള്ള വകയും നമ്മുടെ കയ്യിലില്ല. അതിനുശേഷം ഞാൻ പിന്നെയും ജോലി ചെയ്തു. എന്റെ മാക്സിമം സാലറി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 12,000 രൂപയാണ്. ഹല്ലേലൂയ. ഞാൻ പല കോളേജുകളിൽ വർക്ക് ചെയ്തു. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ ഇപ്പം എന്റെ വിവാഹം കഴിഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു തന്നെ, ഓ ദൈവമേ, അമേരിക്കക്കാരനെ കല്യാണം കഴിച്ചു. നമ്മളൊക്കെ ചിന്തിക്കുന്ന ചിന്താഗതികളാണ് ഞാൻ പറയുവാണേ. പരിശുദ്ധാത്മ ഇടപെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ പലരിലും ആശ്രയം വെക്കും. മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കർത്താവ് എനിക്ക് ലോൺ തന്നത് അല്ലെ. കർത്താവ് ഒരിക്കലും അമേരിക്കക്കാരനെ കണ്ടിട്ടല്ലേ എനിക്ക് ലോൺ തന്നത്. ഹല്ലേലൂയ. അമേരിക്കയിലേക്ക് എന്നെ കല്യാണം കഴിച്ചു വിടും, ഹല്ലേലൂയ, അവിടെ നിന്ന് ഒരു നന്മ കിട്ടുമെന്ന് ഓർത്തല്ല ദൈവമക്കളെ എനിക്ക് ലോൺ തന്നത്. കർത്താവ് ലോൺ തന്നെങ്കിൽ കർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിചാരിച്ചു, മാനുഷികമായി എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഓ എന്റെ ദൈവമേ, എന്റെ അച്ചാച്ചൻ എനിക്ക് പൈസ തരുമായിരിക്കും. അപ്പൊ ഞാൻ അച്ഛനോട് ഈ കാര്യം സംസാരിച്ചു. പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ലോൺ ഉണ്ട്, എനിക്ക് ബാധ്യതയുണ്ട്. ഞങ്ങൾ ഓൾറെഡി വിവാഹത്തിന് വരുന്നത്, അത് വലിയ സാക്ഷിയാട്ടോ. വിവാഹത്തിന്റെ സാക്ഷി ഞാനിപ്പോ പറയുന്നില്ല. ഹല്ലേലൂയ. വിവാഹം നടന്നത് വലിയൊരു സാക്ഷ്യമാണ്. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്റെ ജീവിതത്തിൽ ഈ കല്യാണമൊക്കെ പെണ്ണൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പറഞ്ഞു, വിവാഹത്തിന് മുമ്പേ ഞാൻ ഓൾറെഡി ഇവിടുത്തെ ഡാഡിയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൽ അയച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്, ഞങ്ങൾക്ക് വീടില്ല, വസ്തുവില്ല. കാരണം വല്ലതും ആഗ്രഹിച്ചാ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും തരാനില്ലെന്ന് പറയാൻ വേണ്ടിയാ പറഞ്ഞത്. ഹല്ലേലൂയ. എന്നിട്ടും ഈ വിവാഹം നടന്നു. അപ്പൊ ആ കുടുംബം അത്രയ്ക്ക് നല്ലൊരു കുടുംബം, പൈസയോട് ഒരു ആഗ്രഹവും ഇല്ലാത്തൊരു കുടുംബം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ ഇന്നും ദൈവകൃപയിൽ ഈ കുടുംബത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അത്രയും നല്ലൊരു കുടുംബത്തിൽ എനിക്ക് വന്നു ചേരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. നല്ല മാതാപിതാക്കൾ, നല്ല ഭർത്താവ്, എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. എല്ലാ മാനവ മഹത്വം അങ്ങേ കർത്താവിന് മാത്രം. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു, അച്ഛാ എനിക്ക് ലോൺ ഉണ്ട്. അപ്പൊ അച്ഛൻ കൂളായിട്ട് പറഞ്ഞു, അതൊന്നും സാരമില്ല, നമുക്ക് അടയ്ക്കാം. അപ്പൊ ഞാൻ ഓർത്തു, കൂളല്ലേ, 3,00,000 രൂപ, 3,15,000 രൂപ, ഉറപ്പായിട്ടും അമേരിക്ക, പുള്ളിക്കാരന് നിസ്സാരമാണല്ലോ, പുള്ളിക്കാരൻ അടച്ചോളൂ എന്ന് വിചാരിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലേക്ക് പോരുന്ന സമയമായപ്പോൾ, ഹല്ലേലൂയ, ആരാണ്ട് പറഞ്ഞു, ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻ കേസ് അക്സയ്ക്ക് അമേരിക്കയിൽ ചെന്ന് വല്ല ലോൺ എടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ സ്റ്റഡീസ് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി വരും, അതുകൊണ്ട് ലോൺ ഒക്കെ അടച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തൊക്കെ എന്നാ ബാങ്കിൽ പോയി അന്വേഷിക്കാം എന്നോർത്ത് ഞാൻ ബാങ്കിൽ ചെന്നു. അപ്പൊ ബാങ്കിൽ ചെന്നപ്പം പഴയ ബാങ്ക് അല്ല, ബാങ്കിനൊക്കെ ഒരു വ്യത്യാസം വന്നു. SBT എന്നുള്ളത് മാറി SBI എന്നൊക്കെ ആയി. അപ്പം ഞാൻ ഓർത്തു എല്ലാരും മാറി, പഴയ ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഓരോ വർഷം പുതിയ പുതിയ ആൾക്കാർ വരുന്നു. അപ്പൊ ഞാൻ പോയിരുന്നു, ബാങ്കിന്റെ സ്ഥിതി മാറി, എല്ലാം മാറി. ഞാൻ അകത്ത് കയറി. അപ്പൊ ഞാൻ ചെന്നത്, എന്റെ കയ്യിൽ അക്കൗണ്ട് ബുക്കും എല്ലാം പാസ്ബുക്കും എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ചെന്നു, അടുത്ത് ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അടുത്ത ടേൺ വന്നു, ഞങ്ങൾ ചെന്നു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ വന്ന് ഞങ്ങൾ ഇങ്ങനെ ലോണിന്റെ വിഷയം അറിയാനാ, എനിക്ക് ഞാൻ മുതൽ അടയ്ക്കാനുണ്ട്, 3,15,000 രൂപ അടയ്ക്കാനുണ്ട്. ഇത് അടയ്ക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഒക്കെ ഒരു കാര്യം അക്കൗണ്ട് നമ്പർ പറയാൻ പറഞ്ഞു. പാസ്ബുക്ക് കയ്യിലോട്ട് കൊടുത്തു. അദ്ദേഹം അക്കൗണ്ട് നമ്പർ നോക്കി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കിയിട്ട് പിന്നെ എന്തൊക്കെ ഇരുന്നു, പിന്നെ അടിക്കുന്നു, പിന്നെ ഇങ്ങനെ മുഖമൊക്കെ അങ്ങ് മാറുന്നു. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, ഈ തുക കണ്ടിട്ടായിരിക്കും, കാരണം ഇതുവരെ ഒന്നും അടച്ചില്ലല്ലോ, ചിലപ്പോൾ വല്ലതും പറയാനായിരിക്കും എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, ഉറപ്പാണ് ഇവിടെ തന്നെയാണ് അക്കൗണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, അതെ ഇവിടെ തന്നെയാണ് അക്കൗണ്ട്. ഞാൻ പറഞ്ഞു, സാറേ പാസ്ബുക്ക് കണ്ടില്ലേ, SBT മണർകാട്, ഇത്രയും വർഷം എടുത്ത പാസ്ബുക്ക് ഇത് തന്നെയാ. പിന്നെ അദ്ദേഹം നോക്കി, എന്നിട്ട് എന്നെ ആ സ്ക്രീൻ ഇങ്ങോട്ട് ചെരിച്ചിട്ട് കാണിച്ചു. പക്ഷെ ഇവിടെ പറഞ്ഞത്, ദിസ് അക്കൗണ്ട് ഇസ് ഇൻവാലിഡ്, ദിസ് അക്കൗണ്ട് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്തൊരു മറിമായ, കാരണം എനിക്കറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഒരു വർഷമായി ബാങ്കിൽ വന്നിട്ട് എനിക്ക് ഇതിനെ കുറിച്ച് അറിയാം. അപ്പൊ സാറ് പറഞ്ഞു, ഓക്കെ, ഞാൻ മെയിൻ മാനേജറോട് ചോദിക്കും. അപ്പൊ അദ്ദേഹം മാനേജറിന്റെ അടുത്ത് ചെന്നു. അപ്പൊ അദ്ദേഹം എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സംഭവിച്ച ഇതാണ്, നമുക്കുള്ള കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ പറയാം, SBT, SBM, അങ്ങനെ പല പേരുകളിലായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് വലിയ കടബാധ്യത വന്നപ്പം SBI ആയിട്ട് ഇത് ജനറലൈസ്ഡ് ചെയ്തു. അപ്പൊ കുറെ ബാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ, കുറെ കടത്തിലായതുകൊണ്ട് തന്നെ ഈ ബാങ്കിന് റിലയൻസുകാർ ഹാഫ് എന്ത് ചെയ്തു, SBI ഏറ്റെടുത്തു, ഹാഫ് പോർഷൻസ് ഏറ്റെടുത്തു. ഈ പോർഷൻസ് ഏറ്റെടുത്ത സമയത്ത് കുറെ ബാധ്യതകൾ എന്ത് ചെയ്തു, അവർ എഴുതി തള്ളി. അതായത് ഒട്ടും അടയ്ക്കുന്നില്ല, ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്തു, കുറെ കടങ്ങൾ, കുറെ കർഷക ലോണുകൾ, എഡ്യൂക്കേഷൻ ലോൺ പകുതിയൊക്കെ എന്ത് ചെയ്തു, അവർ എഴുതി തള്ളി. ആ എഴുതി തള്ളിയ കൂട്ടത്തിൽ ഈ പാവം എന്റെയും എഡ്യൂക്കേഷൻ ലോൺ അവർ എഴുതി തള്ളുവാൻ ഇടയായി തോന്നുന്നു. അതായത് എന്റെ അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ എക്സിസ്റ്റ് അല്ല. ഇൻ കേസ് എനിക്കിപ്പോ പൈസ അടയ്ക്കണമെങ്കിൽ തന്നെ അവിടെ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇന്നും SBI പോയി എന്റെ നമ്പർ അടിച്ചു കൊടുത്ത് അവിടെ പറയും, ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇങ്ങനെ ഒരു അക്കൗണ്ട് നിലവിലില്ല. ഹല്ലേലൂയ. ആ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹല്ലേലൂയ റിലയൻസുകാർ എന്നിട്ട് രണ്ട് പറഞ്ഞ കാര്യം, ഇൻ കേസ് റിലയൻസ്
ഫിനാൻസുകാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? പൈസ അടച്ചു. പക്ഷെ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നിലവിലില്ല. ഹല്ലേലൂയ. ആ കടം എഴുതി തള്ളിയവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേര് കാണാം. ഞാൻ അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. നിന്റെ കർത്താവാണോ നിനക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്? കർത്താവ് മനുഷ്യനിൽ ആശ്രയിക്കുവാൻ ഇടവരുത്തത്തില്ല. ഒരു കർത്താവിന്റെ മഹത്വം കർത്താവ് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കൊരാൾ അന്ന് സഹായിച്ചിട്ട് നാളെ 10 പേരോട് അവർ പറയും ഞാനാ കേട്ടോ കൊടുത്തത്, ഞാനാ കേട്ടോ കൊടുത്തത്. ഇല്ല, കർത്താവ് തന്നത് കർത്താവ് തന്നെ തിരിച്ചെടുത്തു. അത്രയും ഉള്ളൂ. ഞാനിത് പറയാൻ കാരണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നമുക്ക് ഉത്തരമരുളുവാൻ കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന് മുമ്പിൽ എന്താ പ്രശ്നം? നിന്റെ ലോൺ ആണോ? അല്ലെങ്കിൽ നിന്റെ ഭവനത്തിന്റെ വായ്പയാണോ? നിന്റെ ജീവിതത്തിന്റെ എന്താണ് പ്രതിസന്ധി ഘട്ടം? ഒറ്റ കാര്യം, കർത്താവിനെ ഹല്ലേലൂയ അതിയായി വിശ്വസിക്കുക. ഞാനത് പറയാൻ കാരണം, എന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ എന്റെ ലോൺ എഴുതി തള്ളാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണെങ്കിൽ നിങ്ങളുടെ ലോൺ എഴുതി തള്ളാൻ കർത്താവും വിശ്വസ്തനാ. ഒറ്റ കാര്യം, വിശ്വസിക്കണം. സംശയിക്കരുത്. ഹല്ലേലൂയ. സംശയിക്കരുത്. ഞാൻ അധികം വിശുദ്ധി ഉള്ളത് കൊണ്ടല്ല, ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയും ആരും ചിന്തിക്കരുത്. ഹല്ലേലൂയ. അയ്യോ, അവര് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാവും, ഞാൻ അത്രയും വിശുദ്ധയല്ലല്ലോ, ഹല്ലേലൂയ, ഞാൻ അത്രയും ഹല്ലേലൂയ ആക്റ്റീവ് അല്ല. അങ്ങനെ ഒന്നുമില്ല ദൈവമക്കളെ. കർത്താവിന്റെ മുമ്പിൽ ഒരു മുഖപക്ഷവും ഇല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ ഒരു ദൂത് എന്നോട്, എനിക്കറിയത്തില്ല ഇത് ആരോടുള്ള ദൂതാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്നോട് പറയാൻ പറഞ്ഞു. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മ എന്നോട് ഒരു ദൂത് പറഞ്ഞായിരുന്നു. ചിലർ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ചില സഹോദരിമാര് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ കുറ്റബോധമുള്ളവരായി, പ്രാഗൽഭ്യമില്ലാത്തവരായി പ്രാർത്ഥിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഒരു ദൂതാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടുകൂടെ വേണം നമ്മൾ ഇരിക്കാൻ. എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്ത ചില പാപങ്ങളാണോ നിന്നെ വേട്ടയാടുന്നത്? ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ സ്ക്രീനിലേക്ക് നോക്കി ഞാൻ പറയുകയാണ്, ഇത് ആരേറ്റെടുത്താലും നിങ്ങൾക്ക് വിടുതലാണ്. അല്ലെങ്കിൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പാപം ചെയ്തവളല്ലേ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ഇല്ല, ഞാൻ അശുദ്ധയാ, ഞാൻ പാപിയാ, എന്നെ കർത്താവ് സ്നേഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, വചനത്തില് പിശാച് വലിയ നുണയനാണ്. അവൻ നുണ പറയും. അവൻ നുണ പറഞ്ഞാണ് നിന്നെ വേട്ടയാടുന്നത്. അല്ലെങ്കിൽ അവൻ എന്തിനാ നുണ പറയുന്നതെന്ന് അറിയാവോ? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഉടച്ചു കളയുവാൻ, നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉടച്ചു കളയുവാൻ. എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, ചിലരോട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ആദ്യം വേണ്ടത് പ്രാഗൽഭ്യമാണ്. നിന്റെ കർത്താവ് നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. കർത്താവ് പാപങ്ങളെ ക്ഷമിച്ചു തന്നാൽ ഹല്ലേലൂയ നിന്നെ വിധിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല, പിശാചിന് കഴിയത്തില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ ജീവിതത്തിലെ പാപങ്ങളുമായി നീ ദൈവസന്നിധി കടന്നു ഒറ്റ കാര്യം, കർത്താവേ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു കഥയും കൂടെ പറയട്ടെ, അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കല് ഒരു ഡോക്ടർ, രണ്ട് മാതാവും പിതാവും ഡോക്ടറാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു ആൺകുഞ്ഞ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഡോക്ടറിന് ഒത്തിരി വസ്തുവകളുണ്ട്, ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങളും ഒത്തിരി താറാങ്കുഞ്ഞുങ്ങളും ഒക്കെ വളർത്തുന്നുണ്ട്. ഡോക്ടറിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ താറാവ് കുഞ്ഞുങ്ങളും ഇങ്ങനെ വീടിന്റെ മുറ്റത്തുകൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കൂട്ടുകാരെ വിളിച്ചു. ഇവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ ഈ ക്രിക്കറ്റിന്റെ ബോള് ഇവർ അടിച്ചു കൂട്ടത്തിൽ ഒരു താറാങ്കുഞ്ഞിന്റെ മേത്ത് വീണിട്ട് ആ താറാങ്കുഞ്ഞ് ചത്തുപോയി. ഹല്ലേലൂയ. ചത്തുപോയപ്പോൾ ഹല്ലേലൂയ ഈ കുഞ്ഞ് നോക്കിയപ്പോൾ ഇവരുടെ വേലക്കാരൻ ഇത് കണ്ടു. ഹല്ലേലൂയ. വേലക്കാരൻ ഇത് കണ്ടതുകൊണ്ട് ഈ കുഞ്ഞിന് ഭയങ്കര ഭയമായി പോയി. ഹല്ലേലൂയ. ഈ കുഞ്ഞ് ഓടി ചെന്ന് വേലക്കാരനോട് പറഞ്ഞു, അങ്കിളെ അല്ലെങ്കിൽ ഡാഡിയോട് പറയല്ലേ. ഡാഡിയോട് പറഞ്ഞു, ഡാഡി എന്നെ വഴക്ക് പറയും. ഹല്ലേലൂയ. ബിക്കോസ് ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി താറാങ്കുഞ്ഞുങ്ങളെ, അതിനെന്തെങ്കിലും പറ്റിയ എന്നെ വഴക്ക് പറയും. ഡാഡിയോട് പറയല്ലേ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ അങ്കിള് പറഞ്ഞില്ല, ഞാൻ പറയത്തില്ല. പെട്ടെന്ന് ഈ വേലക്കാരനും ഈ കുഞ്ഞുങ്ങളെ കൂടി പെട്ടെന്ന് ഈ താറാങ്കുഞ്ഞിനെ എന്ത് ചെയ്തു? മറവ് ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞില്ല. ഹല്ലേലൂയ. വൈകുന്നേരമായി അപ്പനും അമ്മയും വന്നു. അപ്പനും അമ്മയും കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഇവര് കടന്നു വന്ന് ഇവരിയ്ക്കുന്ന സമയത്ത് ഹല്ലേലൂയ കൊച്ചിന് പേടിയായി. അപ്പൻ ചോദിക്കുമോ എന്നുള്ള കാര്യം. അപ്പൻ ചോദിച്ചില്ല. പെട്ടെന്ന് അപ്പനും അമ്മയും ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ ഈ വേലക്കാരൻ പറഞ്ഞു, നീ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ കുറച്ച് പാത്രം കഴുകാനുണ്ട് അടുക്കളയിൽ, നീ പോയി പാത്രം കഴുകുക. അപ്പൊ കുഞ്ഞ് പറഞ്ഞു, എന്റെ ജോലിയല്ലല്ലോ അത് അങ്കിളുടെ ജോലിയല്ലേ. അല്ല, താറാങ്കുഞ്ഞിന്റെ കാര്യം ഞാൻ പറയും. അതുകൊണ്ട് പെട്ടെന്ന് പോയി പാത്രം കഴുകുക. ഈ കുഞ്ഞ് പോയി പാത്രം കഴുകി. പിറ്റേ ദിവസം രാവിലെ അപ്പനും അമ്മയും ഡോക്ടർ ജോലിക്ക് പോയി. അവധി സമയമാണ്. കുഞ്ഞ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഡോക്ടർ വേലക്കാരൻ പറഞ്ഞു, നിക്ക് പോയി ചെടിക്ക് വെള്ളം ഒഴിക്കും. അപ്പൊ പറഞ്ഞു, അത് അങ്കിളുടെ ജോലിയല്ലേ. താറാങ്കുഞ്ഞിന്റെ കാര്യം ഞാൻ പറയും. ഇങ്ങനെ പലപ്പോഴായി ഈ വീട്ടിലെ പണികൾ മൊത്തം ഈ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യിച്ച് ഈ കുഞ്ഞിന്റെ മനസ്സ് വളരെയധികം വിഷമിച്ചു. ഇങ്ങനെ വിഷമിച്ച് 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി ഈ കുഞ്ഞ് ഹല്ലേലൂയ വളരെയധികം ടയേർഡ് ആയപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച ദിവസം അപ്പനും അമ്മയും വീട്ടിൽ ഓഫുള്ള ദിവസം ഈ കുഞ്ഞ് അപ്പന്റെ അടുക്കിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, അപ്പാ എനിക്കൊരു കാര്യം അപ്പനോട് പറയാനുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ മോനെ നിനക്ക് പറയുവാനുള്ള കാര്യം? അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, അപ്പാ
ഞാന് കഴിഞ്ഞ ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി, ഒരു താറാങ്കുഞ്ഞ് ചത്തുപോയി. ഹല്ലേലൂയ. ഞങ്ങൾ അതിനെ മറവ് ചെയ്തു. ഹല്ലേലൂയ. പപ്പ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, മനഃപൂർവ്വമല്ല, അറിയാതെ ചെയ്തു പോയതാ, പപ്പ എന്നോട് ക്ഷമിക്കണം. ആ അപ്പൻ ആ കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിലിരുത്തി ഉമ്മ കൊടുത്തിട്ട് ചോദിച്ചു, അതൊരു താറാങ്കുഞ്ഞല്ലേ, അത് സാരമില്ല, നമുക്ക് നാളെ വേറെ ഒന്നിനെ മേടിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ കൊച്ചു വിഷമിക്കേണ്ട. ഹല്ലേലൂയ. അതിനിപ്പോഴും വിഷമാണോ? അതെ, എന്നാ സാരമില്ല, എന്റെ കുഞ്ഞ് വിഷമിക്കാതെ എന്ന് പറഞ്ഞ അപ്പൻ ആ കുഞ്ഞിനെ മടിയിലിരുത്തി ഒരു ചുംബനമൊക്കെ കൊടുത്ത് ഹല്ലേലൂയ നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. കുഞ്ഞിന് വളരെ സന്തോഷമായി. കുഞ്ഞ് തിരിച്ചു വന്നു. ഹല്ലേലൂയ. അതിനുശേഷം അപ്പനും അമ്മയും ജസ്റ്റ് പുറത്തോട്ട് ഷോപ്പിങ്ങിന് വേണ്ടി കടന്നു പോയപ്പോ വേലക്കാരൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദേ വെറുതെ ഇരുന്നാ പോരാ, വാ നിനക്ക് പണിയുണ്ട്. അപ്പൊ ആ കൊച്ചു വെച്ച്, എന്തോ പണി? ഹല്ലേലൂയ. തുണികളൊക്കെ മടക്കി വെക്കണം. അപ്പൊ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് മടക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു, ഇല്ല താറാവിന്റെ കാര്യം പറയും. ഇപ്പൊ കൊച്ചു പറഞ്ഞു ഞാൻ പറയേണ്ടവനോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. തീർപ്പാക്കേണ്ടവൻ തീർപ്പാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് പറയുവാനുള്ള ദൂത് ഇതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തില് പിശാച് നുണകൾ പറഞ്ഞ് നിന്നെ വേട്ടയാടുമ്പോൾ, നീ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ പറഞ്ഞ് നിന്നെ വേട്ടയാടുമ്പോൾ, നിന്റെ പ്രാഗൽഭ്യത്തെ നഷ്ടമാക്കി കളയുമ്പോൾ നിനക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. പിശാചെ എന്നെ വിട്ടുപോ, ഞാൻ പറയേണ്ടവനോട് പറഞ്ഞിട്ടുണ്ട്, തീർപ്പാക്കേണ്ടവൻ തീർപ്പാക്കിയിട്ടുണ്ട്. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവമാകുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. വിളിച്ചപേക്ഷിക്കുന്ന ആളിൽ ഉത്തരമരുളുന്ന ദൈവം, കഷ്ടകാലത്ത് കൂടിയിരിക്കുന്ന ദൈവം, അവൻ നമ്മളെ വിടിവിച്ച് മഹത്വപ്പെടുത്തും. നിന്റെ പേരിനെ ഉയർത്തുന്ന ദൈവം, ദൈവനാമത്തെ ഉയർത്തുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി താണിരിക്കുക, പ്രാഗൽഭ്യമുള്ളവരായി ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുക.